ഹായ് ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇപ്പം എക്സാം എഴുതാനുള്ള പൊതുവെ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ആകുമ്പോഴേക്കും വലിയ ടെൻഷൻസ് ഒന്നും കാണില്ല. ബട്ട് സ്റ്റിൽ വിൽ ബി ഹാവിങ് സം കൺഫ്യൂഷൻസ് വിത്ത് ദി ഫോമാറ്റ്സ് അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നിങ്ങളെ കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കാൻ, എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് ഡു ഷെയർ അവർ ലിങ്ക് ടു യുവർ ഫ്രണ്ട്സ്. ലെറ്റ് ദം ഓൾസോ കം ടു ദി വീഡിയോ സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ ബി ബെനിഫിറ്റഡ്. ഓക്കെ, അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് വേഗം സെൻഡ് ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിൽ ബി ഡിസ്കസിങ് സം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു, രണ്ടാമത് നെക്സ്റ്റ് വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അല്ലെങ്കിൽ സെയിം ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ തന്നെ യു വിൽ ബി ബിക്കമിങ് മോർ ആൻഡ് മോർ ഫെമിലിയർ വിത്ത് ഫോമാറ്റ്സ്. അറിയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഭൂരിഭാഗം പേർക്കും യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദി ഫോമാറ്റ്സ്. ബട്ട് സ്റ്റിൽ ദ തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദി ക്വസ്റ്റ്യൻസ് ഓൾസോ. വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, വാട്ട് model questions will be coming for the exam. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് we are going for such a live. So please do share the link to your friends. പെട്ടെന്ന് ആയിക്കോട്ടെ, നമ്മൾ will start instantly. പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർത്താനമൊക്കെ ലൈവ് തുടങ്ങിയതിൻ്റെ ഇടയ്ക്കൂടെ ആവാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വി ആർ ഹാവിങ് ഇറ്റ് ഇസ് ഓഫ് 14 മാർക്സ്. ആദ്യം നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആലോചിച്ച് വെച്ചോളൂ, നമുക്ക് ഡിസ്കോഴ്സസ് ഉണ്ട്, ഗ്രാമറിൻ്റെ പാർട്ട് ഉണ്ട്, ഇതെല്ലാം കൂടാണ്ട് നമ്മളൊരു സാധനം, ഒരു പ്രത്യേക ഒരു പാരഗ്രാഫ് തരും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തരും, ആൻഡ് ദെൻ വി ഹാവ് ടു ആൻസർ ഫോർ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. അത്തരത്തിലുള്ളൊരു പരിപാടി നമുക്ക് നടത്താറുണ്ട് അല്ലേ. അപ്പം എപ്പോഴും ബി വെരി തറോ വിത്ത് ഓൾ ദ ചാപ്റ്റേഴ്സ് ദാറ്റ് യു ആർ ഹാവിങ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റേഴ്സ് അറിയുവാണെങ്കിൽ തന്നെ യു വിൽ ബി ഹാവിങ് എ ഗ്രേറ്റ് നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വെക്കുക. then shall we just start with this one? ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, it's such a simple one. ആദ്യം തന്നെ നോക്കിയേ, questions 1 to 10 answer all questions. അത് നമുക്ക് അവിടെ ഒമിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കിയേ, now he too picks up the poisoned knife. So who is the he referred to in this statement? അപ്പോൾ obviously നമുക്ക് ആൻസർ അറിയാം, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, it is Ajit അല്ലേ. ഇനി next one, I am the twist that holds together the children and its sacred ring. So whose dialogue is that? It is all about, അല്ലെങ്കിൽ ഇത് ഏതിനകത്ത് നിന്നുള്ളതാണ്? വാട്ട് ഇസ് ദ സീക്രട്ട് തിങ്? എന്താണ് ഈ സീക്രട്ട് തിങ് എന്നുള്ളത് പറയുന്നത്? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ദി മദേഴ്സ് ലവ് അല്ലേ, അമ്മയുടെ ആ ഒരു സ്നേഹത്തെ പറ്റിയിട്ടാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ്, വാട്ട് ഇസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്? ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കേ, വാട്ട് ഇസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ്? ഏതാ ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ആൻഡ് ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിംഗ്. അപ്പോൾ അവിടെ എന്താണ്? ഇറ്റ് ഇസ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലൊരു കമ്പാരിസൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ആൻസർ ഇസ് മെറ്റഫർ അല്ലേ. അപ്പം മെറ്റഫർ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കംസ്, who said these words? Sorry, Father, my life is in your hands. I want to do something for the children of India. It's such a simple one. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എനിക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ഹാവ് ടു ഡു. ഹൂ സെഡ് ദിസ്? നമ്മുടെ ഓതറാണ് ഷഹീൻ മിസ്ട്രി അല്ലേ. അപ്പം നമ്മുടെ ഓതർ തന്നെയാണ്, ഷഹീൻ മിസ്ട്രി ആണ്. ഷീ ഈസ് സേയിങ് ദാറ്റ് ആൻഡ് ഷീ ജസ്റ്റ് വാണ്ടഡ് ടു, നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലൊക്കെ പോയി ഷീ ഈസ് ഡൂയിങ് സം ആൻഡ് ഷീ ഈസ് ജസ്റ്റ് ടോക്കിംഗ് ദിസ് ടു, അല്ലെങ്കിൽ സേയിങ് ദിസ് ടു ദി പ്രിൻസിപ്പൽ ഓഫ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈ. ഓക്കെ, ആൻഡ് ഹൂ സെഡ് ദീസ് വേർഡ്സ് ടു ഹും? അത് പറഞ്ഞിട്ടുള്ളത് ഷഹീൻ മിസ്ട്രി ആണ്. ആൻഡ് ഷീ ഈസ് സേയിങ് ഓൾ ദീസ് വേർഡ്സ് ടു ദി പ്രിൻസിപ്പൽ. ഓക്കെ, നെയിം ദി 3 factors of women empowerment. 3 L's. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നതാണ് 3 L's. What all are the 3 L's? Learning, labor and leadership. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു പോയിട്ടുള്ളതാണ്. That is why I'm not describing that in a very detailed manner. Okay? Learning, leadership, and the last one is, what is the last one? Learning, leadership and labor.
All right, but that is the 3 L's. Then next comes the next question. What is the challenge given to the youth by Enquiry? What is the challenge? Enquiry നമ്മൾ ആ സാപ്ലിംഗ് നടന്ന ആ ഒരു സീനിലാണ് നമ്മൾ Enquiry കാണുന്നത്. What is the thing given by? എന്താണ് Enquiry നമ്മുടെ യൂത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ചാലഞ്ച്? What is the challenge? To restore the homes of tadpoles. ഇത് നമുക്ക് ടെക്സ്റ്റുമായിട്ട് നല്ലൊരു ക്ലോസ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ വെരി ബിഗ് പാരഗ്രാഫ്. സാധാരണഗതിയിൽ വിൽ ബി ഹാവിംഗ് എ വെരി ബിഗ് പാസേജ്. ദെൻ അതിൽ നിന്ന് നോക്കി നമുക്ക് പയ്യെ കറക്റ്റ് അങ്ങോട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. ബട്ട് ഹിയർ യു ഹാവ് ടു ബി വെരി ഫെമിലിയർ വിത്ത് ദി പാസേജ്. ആ പാസേജുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു ആൻസർ. സോ ദി ടാസ്ക് ഗിവൻ ബൈ Enquiry വാസ് ടു ടേക്ക് അപ്പ് അല്ലെങ്കിൽ സംരക്ഷിച്ചു പോവുക ദ ടാഡ്പോൾസിന്റെ ആ ഒരു വീടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഹാബിറ്റേഷൻ കൊടുക്കുക. ആൻഡ് ടു ഗിവ് ബാക്ക് ടു അവർ ചിൽഡ്രൻ ദ ബ്യൂട്ടിഫുൾ ദാറ്റ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. നമ്മുടെ നേച്ചറിലുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു വണ്ടർ അത് അവരിലേക്ക് തന്നെ ചിൽഡ്രനിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ദി ടാസ്ക് ഗിവൻ ബൈ Enquiry. ഓക്കെ, മെൻഷൻ എനി 2 qualities a woman needs to face the challenges of life. ഒരു സ്ത്രീക്ക് അവളുടെ ലൈഫിൽ എന്തൊക്കെ ക്വാളിറ്റീസ്, അറ്റ്ലീസ്റ്റ് 2 qualities, യു ഹാവ് ടു മെൻഷൻ 2 qualities which a woman should possess. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉണ്ടാവേണ്ടത്? വൺ ഇസ്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് വൺ ഈസ് ദി കോൺഫിഡൻസ്. നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം. കോൺഫിഡൻസ് ഇസ് എ മസ്റ്റ് തിങ്. ആൻഡ് ദെൻ കോൺഫിഡൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. യു ഷുഡ് ഓൾസോ നീഡ് കറേജ്. അത് ചെയ്യാനുള്ളൊരു ധൈര്യം. സോ ദീസ് 2 things ആർ മാൻഡേറ്ററി ഫോർ എ വുമൻ. മേജർ 2 things. ഇത് മാത്രം ഉണ്ടെന്ന് വിചാരിച്ച് വി വോണ്ട് ബി കംപ്ലീറ്റ്. ബട്ട് സ്റ്റിൽ ദ മേജർ 2 things അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള 2 പാർട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കറേജ് ആൻഡ് കോൺഫിഡൻസ്. Okay, Shalvi, അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് we just have covered almost lot of questions. Anyway, next comes report the conversation. Conversation report ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. Mom said, you will have to get up early for the trip tomorrow. അപ്പോൾ അവിടെ വില്ലാണുള്ളത്, യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ടു വുഡ്. അതാണ് അവിടുത്തെ മേജർ ചേഞ്ച് വരിക. ജിം സെഡ്, ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് റെയിൻ ഇൻ ദ മോർണിംഗ്. സോ ദ കൺവേർഷൻ വിൽ ബി ലൈക്ക്, വാട്ട് വിൽ ബി ദ കൺവേർഷൻ? എന്തായിരിക്കും ഇതിലുണ്ടാവുന്ന ഡിഫറൻസ്? What will be the conversion? നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കാണ് മാറ്റുന്നത്. So there will be some changes. Mom said to Jim that he would have to get up early in the morning for the trip tomorrow. And what about the second line? I hope it won't rain in the morning. So what is that? Jim said that he hoped. Hoppy-ആണ്. That is in past. This is in present. So you just have to convert that to past. V1 എന്നുള്ളത് it should be converted to V2. Hop എന്നുള്ളത് hopped ആയി. Then what happens? It wouldn't. Will എന്നുള്ളത് want എന്നുള്ളത് that is a singular smaller form of wouldn't. Okay, so will എന്നുള്ളതിന്റെ ചെറിയ ഫോമാണ്, ഷോർട്ട് ഫോമാണ് want. So you just have to convert that to would. Then you just have to go for the same exact sentence. Okay? അത്രയേ ഉള്ളൂ റിപ്പോർട്ടിംഗ് സ്പീച്ച്. ദിസ് ഈസ് എ വെരി സിമ്പിൾ വൺ വെൻ കമ്പയർ ടു അതർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. റീറൈറ്റ് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതാ ഒന്നാമത്തത്, വാട്ടർ dash pour into the washing machine up to the marked level. Then sufficient powder dash add എന്നുള്ള verb വെച്ചിട്ടാണ് you have to use. To give rich form, the clothes dash put. ആ put വെച്ചിട്ടാണ് you just have to convert that. And the machine dash switch on. അപ്പോൾ ആദ്യം എന്താ? water is poured അല്ലേ? water is poured. എന്താണത്? what is its conversion? സിമ്പിൾ പാസ്റ്റിലാണ് ഉള്ളതെങ്കിൽ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 ഫോം അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈസ് പോഡ്, ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 ഫോം. ദെൻ കംസ് ദ നെക്സ്റ്റ് വൺ, ഇൻ ടു ദി വാഷിംഗ് മെഷീൻ അപ് ടു ദി മാർക്ക്ഡ് ലെവൽ. ദെൻ സഫിഷ്യൻറ്റ് പൗഡർ ഡാഷ് ടു ഗിവ് ടു റിച്ച് ഫോം. എന്താണ്? പെട്ടെന്ന് നല്ലോണം പതയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈസ് ആഡഡ് അല്ലേ? പൗഡർ നല്ല രീതിക്ക് ആഡ് ചെയ്തു. ഇതെല്ലാം പ്രസന്റിൽ തന്നെയാണ് പോകുന്നത്. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 form. Okay, so that is also over. The clothes dash put and the machine dash switched on. Clothes എന്തായിരിക്കും അവിടെ വരിക? Clothes. ഇവിടെ clothes എന്നാണുള്ളത്. So this is a plural one. So we just have to add. ഇതെല്ലാം പ്രസന്റിലാണെന്ന് മനസ്സിലായി നമുക്ക്. We don't have to go to past tense. അപ്പോൾ അതുകൊണ്ട് തന്നെ clothes ആണുള്ളത്. So we just have to add the plural verb are. Then comes put in the V3. V3 form of put. It is again put. Okay, then comes and the machine dash switch on. What will be that?
It happened. Already machine നമ്മൾ switch on ചെയ്തു. Switched on. അല്ലേ? എന്തായിരിക്കും? അപ്പോൾ അതിൽ എന്താണ് വന്നിട്ടുള്ളത്? മെഷീൻ സ്വിച്ച്ഡ് ഓൺ. അപ്പോൾ ഇത്രയാണതാ ഈസ് പ്ലാന്റ് വന്നു. അതായത് S+V1 ഫോം എന്നുള്ളത് S+V1 ഫോം എന്നുള്ളത് സോറി ദിസ് വൺ ഈസ് നോട്ട് ദർ ഈസ് ഓർ ആം ഓർ R+V3 ഫോമിലേക്കാണ് നമ്മൾ എന്തിലേക്ക് പോകുമ്പോൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഈസ് പാസ്റ്റ് ആയത്, ആർ പുട്ട് ആയത്, ഈസ് ആഡഡ് എന്നൊക്കെ വന്നിട്ടുള്ളത്. All right. So that is all about active to passive conversions. We have got lot of rules for that. Inna sambhavathil innoru tense aanengil what will be its conversion angane parayada we have got a set of rules. Appo you should be very familiar with those rules. Now we are not going for the explanations. I just mentioned this just because it is there in the question. All right. So shall we go for the next one? Yes, very good. In mystery and labor. Yeah, good. Now we'll go for the next question. നമ്മൾ മേജർ ആയിട്ടുള്ള പാർട്ടിലേക്ക് വന്നതാണ്. അടുത്തൊരു ഗ്രാമർ പാർട്ടാണ്. എഡിറ്റ് ദ പാസേജ് എഡിറ്റിംഗ് ആണ്. I'm 17 years old. At that time I was traveling in a rickshaw and at the middle of the journey I feel very thirsty. നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, ഇർഫാനത്തിന്റെ ചാപ്റ്ററിൽ നിന്നിട്ടുള്ളതാണ്. സോ ഇവിടെ നമുക്ക് വാട്ട് യു ഹാവ് ടു ഡു ഇസ് എഡിറ്റ് ദ പാസേജ്. എഡിറ്റിംഗ് ആണ് നമുക്ക് അവിടെ നടത്താനുള്ളത്. ഇവിടെ നോക്കി I am 17 years old at that time. So what will be the change? I am എന്നുള്ളത് എന്ന് വെച്ചാൽ ഞാൻ I am 17 years old at that time. ആ സമയത്ത് ഞാൻ 17 വയസ്സുണ്ടായിരുന്നു. പറഞ്ഞ ശരിയാണോ? നോ. അപ്പോൾ എന്താ? ദിസ് ഇസ് ഇൻ പാസ്റ്റ്. ദാറ്റ് ടൈം എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ദിസ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സോ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ലൈക്ക് ആം എന്നുള്ളത് മാറ്റിയിട്ട് വി ജസ്റ്റ് ഹാവ് ടു പ്ലേസ് ഇറ്റ് ആസ് I was 17 years old. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ദാറ്റ് ടൈം ആണ്. അത് പണ്ട് നടന്നിട്ടുള്ള കാര്യം. അന്തകാലം. അപ്പോൾ അവിടെ യു ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ടു പാസ്റ്റ് ടെൻസ്. അതുകൊണ്ടാണ് നമ്മൾ ആം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ വാസിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്? അടുത്ത എന്താ പ്രശ്നം വരുന്നത്? ഇവിടെ നോക്കി I was traveling in a rickshaw at the middle of the journey. എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നുണ്ടോ? At the middle. It's not at the middle. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നം തോന്നുന്നുണ്ട്. It is in the middle of the journey. ഓക്കെ, ആ ജേർണിയുടെ ഇടയിൽ I was traveling, അല്ലെങ്കിൽ ഞാൻ in the middle of the journey I was traveling in the rickshaw. അപ്പോൾ ഞാൻ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും സഞ്ചരിച്ചു. I just traveled to buy an auto rickshaw. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇറ്റ് ഇസ് ഓൺലി ഫോർ 2 marks. അപ്പോൾ 2 മിസ്റ്റേക്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ദാറ്റ് ഇസ് ഓൾസോ ഓവർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്? അപ്പം ആ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു ബി വെരി ഫെമിലിയർ വിത്ത് യുവർ ചാപ്റ്റേഴ്സ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത, നല്ല രീതിക്ക് വായിക്കാത്ത ആൾക്കാരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് വായിക്കുക. ടെക്സ്റ്റ് ബുക്സ് വായിച്ച് നിങ്ങളുടേതായ കുട്ടി നോട്ട്സ് ഉണ്ടാക്കിയൊക്കെ ഓരോ ടെക്സ്റ്റിലും, അതായത് നിങ്ങളിപ്പോൾ എക്സാമിൻ്റെ തലേദിവസം ഇന്നിപ്പം നിങ്ങൾക്ക് അതുപോലെ എടുത്ത് വായിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ സമയം കിട്ടിക്കോണമെന്നില്ല. ബിക്കോസ് യു ആർ നോട്ട് ഹാവിങ് ഇനഫ് ടൈം. റൈറ്റ്? എല്ലാ ചാപ്റ്ററും കുത്തിയിരുന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇംപോസിബിൾ. അപ്പോൾ എന്ത് ചെയ്യണം? വെനെവർ നിങ്ങളുടെ ഫൈനൽ എക്സാംസിന് ഇനിയും ടൈമുണ്ട്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ഡു ദിസ് തിങ്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര ചാപ്റ്റേഴ്സ് വായിച്ചു പോകും. അതിന് പറ്റുന്ന രീതിക്ക് സ്മോൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കാം. ഐ വോണ്ട് സേ ദാറ്റ് യു ഹാവ് ടു ഗോ ഇൻ ടു ഡിസ്ക്രിപ്ഷൻസ്. വലിയ വലിച്ച് പാസേജ് കണക്കിന് എഴുതി വെക്കരുത്. പകരം ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായ ഒന്ന് വായിക്കുക. ആ ബുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വാട്ട് ഓൾ പോയിന്റ്സ് ആർ ദർ ഇൻ യോർ മൈൻഡ്, അത് വെച്ചിട്ട് യു ജസ്റ്റ് ക്രിയേറ്റ് എ സ്മോൾ നോട്ട്. ഒരു ചെറിയ നോട്ട്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസം ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇനി ഞാൻ അത് മുഴുവൻ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് മേക്കിംഗ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ യു, എസ്പെഷ്യലി ഫോർ ഇംഗ്ലീഷ്. നോട്ട് ഓൺലി ഫോർ ഇംഗ്ലീഷ് ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ആ സ്റ്റോറി അറിയാം. സോ വിൽ ബി ഏബിൾ ടു ഡു എനിത്തിങ്. സോ ആ ഒരു എന്താ കോൺഫിഡൻസ്, നോട്ട് കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് വിൽ ബി ഹാവിങ്. പക്ഷെ നമുക്ക് എക്സാം ഷീറ്റ് ഓഫ് പേപ്പർ കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്കും വി വോണ്ട് ബി ഫീലിംഗ് ലൈക്ക് ഇവിടുന്ന് കുറേ പുകയൊക്കെ പോകുന്നത് മാത്രമേ കാണുള്ളൂ. സോ ഇൻ ഓർഡർ ടു സോൾവ് ദാറ്റ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് യു ജസ്റ്റ് ഡു ദിസ് തിങ്, നോട്ട് മേക്കിംഗ്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇനി നെക്സ്റ്റ് ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. So please do one more thing. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ please do respond so that we can just go in a very flexible manner. നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോവാം. So please do respond. Okay. Yes, shall we go for the next one? Okay. Questions 11 to 16 ആണ്. Answer any 5 questions in not less than 60 words. Each carries 4 marks. Okay.
അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു ചൂസ് എനി 5 11 തൊട്ട് 16 വരെയുള്ളതിൽ any 5 you can just choose any 5 and you just have to make that into 60 words 60 വേർഡ്സിനുള്ളിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലിമിറ്റിൽ തന്നെ എഴുതാം. നിങ്ങളിപ്പം വലിയൊരു 60 പകരം ഒരു 120 വേർഡ്സ് എടുത്ത് വെച്ചെന്ന് വിചാരിച്ചും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മാർക്സിൽ നിന്ന് അല്ലെങ്കിൽ 4 മാർക്കിൽ കൂടുതൽ എങ്ങനെയാണെങ്കിലും കിട്ടാൻ പോകുന്നില്ല. സോ യൂട്ടിലൈസ് ദ സ്പേസ് അല്ലെങ്കിൽ യൂട്ടിലൈസ് ദ വേർഡ്സ് വിച്ച് ആർ ഗിവൺ ടു യു ടു റൈറ്റ് യുവർ ആൻസേഴ്സ്. 60 വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങളുടെ ആൻസർ ഉണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് 4 മാർക്സ്. പിന്നെ എന്തിനു വൈ ഷുഡ് യു റൈറ്റ് 120 വേർഡ്സ് 200 വേർഡ്സ്? ശരിയല്ലേ? വെറുതെ കൈ മെനക്കെടുത്തണം. യു വിൽ ജസ്റ്റ് ലൂസ് യുവർ ടൈം. എന്തിനു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം? ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്ലോഗ് എൻട്രി അല്ലേ? ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇറ്റ്സ് എ ബ്ലോഗ് എൻട്രി. ബ്ലോഗ് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഇസ് ഹാവിംഗ് റെഡ് ദ പോയം മെൻഡിങ് വാൾ യു ഡിസൈഡഡ് ടു റൈറ്റ് എ ബ്ലോഗ് ഓൺ ഇറ്റ് പ്രിപ്പയർ എ ബ്ലോഗ്. സോ ആർ യു ഫെമിലിയർ വിത്ത് ബ്ലോഗ്സ്? ബ്ലോഗിൻ്റെ ഒക്കെ ഫോമാറ്റ്സ് മേ ബി യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. എന്താണ് ബ്ലോഗിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗ് റൈറ്റിംഗ്. ഇപ്പം നമ്മൾ ബ്ലോഗ് കറക്റ്റായിട്ട് നമുക്ക് വി വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് എൻ എൻറ്റയർ ബ്ലോഗ് ബട്ട് സ്റ്റിൽ വി ഹാവ് ടു റൈറ്റ് ദ ഫോമാറ്റ്. ദ ഫോമാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് ബ്ലോഗിൽ ഉണ്ടാവുക? വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ എ ബ്ലോഗ്? Okay, I'll just start with the blog. ആദ്യം നമുക്ക് we just have to get നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആണ് ഉള്ളതെങ്കിൽ we just have to get the address of the blog. ഏറ്റവും മേലെ നമുക്ക് we'll be having the address of the blog. ബ്ലോഗിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ദെൻ വാട്ട് എൽസ് ഷുഡ് ബി ദർ? ബ്ലോഗിൻ്റെ കൂട്ടത്തിൽ അതിന് മേലെ നമുക്ക് കുറച്ച് ബാർ ഐക്കൺസ്, അതായത് ഇറ്റ് വിൽ ബി ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം റൈറ്റ്? അപ്പോൾ അവിടെ എന്തെങ്കിലും കുറേ സിമ്പിൾസ് ഒക്കെ ഉണ്ടാവും. ദെൻ ദ മേജർ തിങ് ഇസ് ദാറ്റ് ടൈറ്റിൽ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങളുടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ, അതായത് ബ്ലോഗ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇറ്റ്സ് ലൈക്ക് ഇപ്പം അത്ര കോമൺ അല്ല ബ്ലോഗ്, ബട്ട് ബ്ലോഗ്സ് എഴുതുന്നവർ ഇഷ്ടം വരെ ആൾക്കാരുണ്ട്. നമുക്ക് ഇന്നത്തെ കാലത്തൊക്കെ ആർ വി ഫോളോയിങ് ബ്ലോഗ്സ്? ആരെങ്കിലുമൊക്കെ ബ്ലോഗ്സ് എഴുതുകയോ അല്ലെങ്കിൽ എന്താണ് ബ്ലോഗ്സ് എഴുതുന്നവരോ അല്ലെങ്കിൽ ബ്ലോഗ്സ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരുടെയെങ്കിലും ബ്ലോഗ്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ? എനി വൺ? ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ ബ്ലോഗ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടോ? ഇഫ് യെസ് പ്ലീസ് സേ യെസ്. എസ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ യെസ്. അതല്ല, രണ്ടാമതൊരു ഓപ്ഷൻ പറയാം. ആർ യു ഫോളോയിങ് സം ബ്ലോഗ്സ്? ബ്ലോഗ്സ് ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഇസ് ഇറ്റ് എ ബ്ലോഗ് ഓർ വ്ലോഗ്? ബ്ലോഗ് എന്ന് പറയുമ്പോൾ വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ്. നമ്മൾ മെയിനായിട്ട് റൈറ്റിംഗ്സ് ആയിരിക്കണം ഉണ്ടാവുക. ബട്ട് വ്ലോഗാണ് ഭൂരിഭാഗം പേരും അല്ലേ? മിക്കവാറും പേര് വിൽ ബി ഫോളോയിങ് വ്ലോഗ്സ് ബിക്കോസ് വീഡിയോ ആണ് നമുക്ക് വരിക, നമ്മുടെ അടുത്തേക്ക് വരാം. ബ്ലോഗ് it will usually have a kind of writing അല്ലെ? റൈറ്റിംഗ് പോർഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് വരാം. സോ ബ്ലോഗ്സ് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്. ബ്ലോഗുകളുടെ ഒക്കെ കാലമാണ്, അതുകൊണ്ട് തന്നെ ബ്ലോഗ് ഷുഡ് ഓൾസോ ബി വെരി അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ്സ് ടൈറ്റിൽ ഇസ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. അതിന് ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് ബി വെരി അട്രാക്റ്റീവ്. നമുക്ക് അത് വായിച്ചാൽ കൊള്ളാം, ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് വായിച്ച് നോക്കാം എന്ന് നമുക്ക് തോന്നണം. അത്തരത്തിലായിരിക്കണം അതിൻ്റെ ടൈറ്റിൽ. ദെൻ നെക്സ്റ്റ് കംസ് ദ ഡേറ്റ്. ഏത് ഡേറ്റിലാണ്? വെൻ ആർ വി പ്രസൻറ്റിങ് അല്ലെങ്കിൽ വെൻ ഡു വി മേക്ക് ദാറ്റ് ബ്ലോഗ്? ഏതാണോ അതിൻ്റെ ഡേറ്റ് വരുന്നത്? ഇനി ടൈറ്റിൽ ഓഫ് ദി ബ്ലോഗ് ഷിപ്പ്, അത് ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെയിം ഓഫ് ദി ബ്ലോഗ്. ബ്ലോഗിനൊരു പേരുണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ഹെഡ്ലൈൻ ഷുഡ് ബി ദർ. അതായത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോഗ് ഇപ്പം ഐ വാസ് ഓൾസോ ഹാവിങ് എ ബ്ലോഗ് നെയിംഡ് ബുക്കി കുക്കി. I think it was during my +2 days that I've created a blog. ഭയങ്കര രസമായിട്ട് പ്രാസമൊക്കെ ഒപ്പിച്ച് ബുക്കി കുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് I just have created a blog. And എന്താന്ന് പോലും എനിക്കറിയില്ല. And I just used that only after doing my B.Ed ഒക്കെ ചെയ്യുമ്പോഴാണ് I just have used that. ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ the thing is that നിങ്ങളുടെ ബ്ലോഗിന് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു പേരുണ്ടാവും. അതിനുള്ളിലായിരിക്കും you'll be just dealing with different subjects. ഓക്കെ, അപ്പോൾ നോക്കിയ ഡേറ്റ് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഈ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ബോത്ത് ദീസ് തിങ്സ്. വൺ ഇസ് ടൈറ്റിൽ, നിങ്ങളുടെ ബ്ലോഗിൻ്റെ ടൈറ്റിലാണ് ഇത് വരിക. ദിസ് ഇസ് എ ഹെഡ്ലൈൻ ഓഫ് യുവർ പെർട്ടിക്കുലർ ബ്ലോഗ്. നിങ്ങളിപ്പോൾ ഇന്ന് എന്തിനെ പറ്റിയിട്ടാണോ എഴുതുന്നത്, ഇപ്പം മെൻഡിങ് വാളിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്, അപ്പം അതിൻ്റെ ടൈറ്റിൽ, വാട്ട് ഇസ് ദ ടൈറ്റിൽ ഓഫ് യുവർ ബ്ലോഗ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ. ഓക്കെ, അപ്പോൾ അതാണ്. You want the link of that? I don't even use that nowadays. എന്താണെന്ന് പോലും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. Why do you need that? അതിലൊന്നുമില്ല. എന്നോ ഞാൻ I just have paused one story but I just deleted that. പിന്നെ എന്തൊരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതല്ലാണ്ട് there is nothing in that. Okay, so coming back, headline-ൽ നമുക്ക് we just have to give the headline. നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ ഇന്ന് ഡീൽ ചെയ്യുന്നത്, ബ്ലോഗ് എന്തിനെ പറ്റിയിട്ടാണോ ഇന്ന് സംസാരിക്കുന്നത് അതിൻ്റെ കൊടുക്കാം. So it will be something related to the mending wall. ഓക്കെ, അപ്പോൾ ആ മെൻഡിങ് വോൾ നമ്മൾ കഴിഞ്ഞു. ആൻഡ് ദെൻ വാട്ട് ഇസ് ദ നെക്സ്റ്റ്? ഇനി അടുത്തത് എന്താ? നമ്മൾ ഹെഡ്ലൈൻ കൊടുത്തു. ഒബ്വിയസ്ലി നെക്സ്റ്റ് വൺ വിൽ ബി ലൈക്ക് എന്താ? ഹെഡ്ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളാരാ വരിക?
It should be the body. അല്ലേ? നമുക്ക് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, what is your blog about? നിങ്ങൾ എന്താണോ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്, it should be there in the body part.
എക്സ്ട്രീംലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ നമ്മൾ വി ആർ ബാക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഐ ജസ്റ്റ് ലോസ് ദറ്റ് കണക്ഷൻ. പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഒന്നും പറ്റിയില്ലട വേ, നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ യു ജസ്റ്റ് പ്ലീസ് മെൻഷൻ വേർ ഡിഡ് വി സ്റ്റോപ്പ്. ആക്ച്വലി വി വർ ഡിസ്കസിങ് അബൌട്ട് ബ്ലോഗ്, അല്ലെ? ബ്ലോഗ് എൻട്രീനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ വേർ ഡിഡ് വി സ്റ്റോപ്പ്? I think we were dealing with the format of blog. നമ്മളപ്പം ആദ്യം പറഞ്ഞു തീർന്നത് നമ്മൾ ടൈറ്റിൽ പറഞ്ഞു, ടൈറ്റിൽ ഓഫ് ദി ബ്ലോഗ് പറഞ്ഞു. Then it should have the date and then it should have the headline. Headline നിർബന്ധമായിട്ട് ഉണ്ടാവണം. And then we just reach the body part, അല്ലേ? ബോഡി, നിങ്ങൾ ബോഡി കണ്ടന്റ് എഴുതുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയത്. Okay, so now we just have to give one more thing. നമുക്ക് നമ്മുടെ സോഷ്യൽ പ്രൊഫൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് we just have to add that. നമ്മുടെ പിക്ചേഴ്സും you can also add in a blog entry. So the major things that you have to include in a blog is the first thing, the title, date and the headline of the blog plus its body. Got it? So appo നമുക്ക് എന്താണ്, what is the given thing? You just have to you just have to keep up with that. അതായത് നിങ്ങൾക്ക് എന്താണോ സബ്ജക്റ്റ് തന്നിട്ടുള്ളത്, you just have to make that particular thing a very particular. അതായത് നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങൾ പ്രിസൈസ് ആയിട്ട് നിങ്ങളുടെ ബ്ലോഗിൽ you just have to present it. Okay, ശരി. അപ്പോൾ നമുക്ക് shall we go for the next one? അപ്പോൾ ഇത് this was also for this much of marks, 4 ആണ് scores വരുന്നത്. ഇനി next comes grandfather and Ratna are two Horagallus. Narrate your personal experience with any Horagallu. അപ്പോൾ you should be very familiar with the story that grandfatherൻ്റെയും നമ്മുടെ രത്നയുടെയും അല്ലെങ്കിൽ the Horagallus എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് you should be very familiar. എന്താ Horagallu? What is the meaning of Horagallu? Anyone? എന്തായിരുന്നു ഹൊറഗല്ലു? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹൊറഗല്ലു? ദ വൺ ഹൂ സഫേഴ്സ്, അല്ലെങ്കിൽ ഒരാളുടെ ബേർഡൻ ഫുൾ, ഒരു ഭാരം മുഴുവൻ താങ്ങുന്ന ആള്, that particular person is called as a ഹൊറഗല്ലു, അല്ലേ? അപ്പം നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ടുപേരുടെ എക്സാമ്പിൾസ്, ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന, ദേ ആർ ഹൊറഗല്ലോസ്, അത് നമുക്കറിയാം. ബട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നറേറ്റ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് എനി ഹൊറഗല്ലു. നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അലോങ് വിത്ത് എ ഹൊറഗല്ലു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹൊറഗല്ലുവിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യു ഡോണ്ട് ഹാവ് സച്ച് എൻ ഓപ്ഷൻ ടു സേ ദാറ്റ് അയ്യോ ഞങ്ങളൊരു പേഴ്സണൽ ഹൊറഗല്ലുവിനെ ഒന്ന് മീറ്റ് ചെയ്തത്, സോ വി ഡോണ്ട് ഹാവ് ടു ആൻസർ ദാറ്റ്. പറഞ്ഞു പോയി കഴിഞ്ഞാൽ വിൽ ലൂസ് 4 marks. അപ്പം നമുക്ക് ഈവൻ ഇഫ് യു ഹാവൻ ഗോട്ട് എനിത്തിങ് ലൈക്ക് ദാറ്റ്, യു ജസ്റ്റ് ഹാവ് ടു ഇമാജിൻ സോ ആൻഡ് സോ, ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇമാജിൻ ചെയ്തിട്ട് യു ജസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് സച്ച് എ നറേഷൻ. ഓക്കെ, അപ്പം പോസിബിളി ഇൻ ഹൊറഗല്ലൂസ് നമുക്കിപ്പോൾ ആൾക്കാരെയൊക്കെ കാണാറുണ്ട്, അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പം മേ ബി യു ആർ ടേക്കിംഗ് ദി എക്സാമ്പിൾ ഓഫ് യുവർ മദർ. ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ, അല്ലേ? അമ്മമാർ തന്നെയാണ്, ദേ ആർ ദി വൺസ് ഹു വിൽ ബി സഫറിങ്, അല്ലെങ്കിൽ ടേക്കിംഗ് അപ്പ് ഓൾ ദി ബർഡൻസ് ഓഫ് ദി ഫാമിലി മെമ്പേഴ്സ്. അപ്പം അങ്ങനത്തെയൊക്കെ പേഴ്സണൽ, ഇനി അതല്ല ഇഫ് യു ക്യാൻ ഗോ ഫോർ സം അതർ പേഴ്സണൽ എക്സ്പീരിയൻസസ് ടു, യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദാറ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇത് ലൈക്ക് യു ജസ്റ്റ് ഹാവ് ടു, ഇവിടെ സുധാമൂർത്തിയുടേതാണ് വരുന്നത്, രത്ന ആൻഡ് ഗ്രാൻഡ് ഫാദർ ദേ വർ ലൈക്ക് ഹാവിങ് ദറ്റ് ഹൊറഗല്ലു അപ്പിയറൻസ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അതിനെ മനസ്സിൽ വെച്ചിട്ട് യു ജസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ്. ആൻഡ് ദ തിങ്സ് ഷുഡ് ബി ലൈക്ക്, എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുന്നത്? സീക്വൻസിങ് ഓഫ് ദി ഐഡിയാസ്. നിങ്ങൾ എങ്ങനെയാണ് ഐഡിയാസിനെ പ്ലേസ് ചെയ്യുന്നത്? ഇറ്റ്സ് ക്ലാരിറ്റി ആൻഡ് ഇറ്റ്സ് കോണ്ടന്റ്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഓബ്വിയസ്ലി യു ആർ റൈറ്റിംഗ് എ ലാംഗ്വേജ് പേപ്പർ. അപ്പം ക്ലാരിറ്റി ഷുഡ് ബി ദർ, ദ സീക്വൻസിങ് ഓഫ് ഓൾ ദി ഐഡിയാസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രീതിക്ക് സീക്വൻസ് ചെയ്തിരിക്കണം. ആൻഡ് അതിൻ്റെ ക്ലാരിറ്റി ഇറ്റ് ഷുഡ് ഓൾസോ ബി കോംപ്രിഹെൻസീവ്നെസ്. ഇപ്പം ഒരു ആദ്യത്തെ ഒരു സെന്റൻസ് എന്തോ വരണം, അവസാനത്തേക്ക് വരുമ്പോഴേക്കും അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി കോംപ്രിഹെൻസീവ് വൺ. ഒരു ആസ് എ ഹോൾ നമുക്ക് നോക്കി കഴിയുമ്പോഴേക്കും ദിസ് ഷുഡ് ബി സംതിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം അവിടെ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. Then only it will be becoming a narrative. Okay, shall we go for the next one? Okay, an eminent entrepreneur from your town has been awarded this year's Best Entrepreneur State Award. Write 4 questions you would ask him or her while interviewing her or him. Okay, so this is like interview questions ആണ്. അപ്പോൾ interview questions എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ don't just go for closed questions. Open-ended questions should be asked. Okay, open-ended questions. Okay, open-ended questions should be asked. അപ്പോൾ open-ended questions നിർബന്ധമായിട്ടും നമ്മൾ ചോദിക്കേണ്ടത് it should be the open-ended questions. അതായത് open-ended എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it won't give answers like yes or no. അതായത് ഇപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? യെസ്. അതുകൊണ്ട് പറഞ്ഞു നിർത്താൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. പകരം യു ജസ്റ്റ് ഹാവ് ടു, ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ
അവരെ സംസാരിച്ച് അതിനെപ്പറ്റി മുന്നോട്ട് ഡീൽ ചെയ്ത് പറഞ്ഞു പോകാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ദ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് മീൻസ്. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് പരമാവധി ഒഴിവാക്കി യു ക്യാൻ ജസ്റ്റ് ആസ്ക് അബൌട്ട് ദർ ഇൻസ്പിറേഷൻ, അബൌട്ട് ദ ഫ്യൂച്ചർ പ്ലാൻസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ യു ക്യാൻ ഇൻക്ലൂഡ്. അപ്പോൾ ദാറ്റ് ഇസ് വൈ ഐ സെഡ് ദാറ്റ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ ഇന്റർവ്യൂയിങ് someone. Okay, അപ്പോൾ നിങ്ങൾക്ക് you have to create 4 questions. Each question will be carrying 1 mark. Okay, so please be very sure about that. Again, sorry for the inconvenience. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് അബൌട്ട് ദ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹലോ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിൽ ടോക്ക് ഇൻ ബിറ്റ്വീൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി പോകുന്നതുകൊണ്ട് ഐ എം ലൂസിങ് ദ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. സോ യു ജസ്റ്റ് പ്ലീസ് ബി ദർ. എൻ്റെ കണക്ഷൻ വിട്ടു പോവുകയാണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു പാച്ച് ഇറ്റ് അപ്പ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് വി ജസ്റ്റ് ഹാവ് ഫിനിഷ് ദിസ് വൺ. ആൻഡ് ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ യു ആർ ഹാവിങ് അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ഹാവ് സം ക്വസ്റ്റ്യൻസ് വിത്ത് ദ ബെസ്റ്റ് ഓൺടർപ്രണർ who is getting an award for being a best entrepreneur. അപ്പോൾ അയാളോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് വി ജസ്റ്റ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. ഓക്കെ. നൗ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ദിസ് ഇസ് എ ഡയറി എൻട്രി.
അപ്പോൾ ഇവിടെ നമ്മുടെ ഷഹീൻ മിസ്രിയുടെ ഒരു ഡയറി എൻട്രി ആണ്. Managed to secure an admission into St. Xavier's College for the undergraduate course. Prepare a diary entry which Shaheen would write on the day of securing the admission. അപ്പോൾ അഡ്മിഷൻ കിട്ടുക, ആ ഒരു സ്കൂളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് അഡ്മിഷൻ കിട്ടുകയാണ്. അപ്പോൾ ആ അഡ്മിഷൻ കിട്ടിയ ദിവസത്തെ ഡയറി എൻട്രി എങ്ങനെയായിരിക്കും? സോ വിൽ ദാറ്റ് ബി ഫിൽഡ് വിത്ത് സോറോ? ഭയങ്കര സങ്കടപ്പെട്ടായിരിക്കും എഴുതുക? ഒബ്വിയസ്ലി നോട്ട്, അല്ലേ? ഷിൽ ബി വെരി ഹാപ്പി, എനിക്ക് ഇന്നടത്തേക്ക് അഡ്മിഷൻ കിട്ടി, ഐ എം റിയലി ലക്കി ആൻഡ് ഐ വിൽ ബി ഡൂയിങ് മൈ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് നല്ല സന്തോഷത്തിലായിരിക്കും ആ ഒരു ഡയറി എൻട്രി ഉണ്ടാവുക. സോ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ ദ ഡയറി? എന്തൊക്കെ വേണം ഡയറി എൻട്രിയിൽ? വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ? ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് ഡേ, ഡേറ്റ് ആൻഡ് ടൈം. ഈ 3 കാര്യങ്ങളില്ലാണ്ട് ഒരു ഡയറി എൻട്രി നടക്കത്തില്ല. So you just have to provide these details, day, date and time. And then next comes നമ്മുടെ content ഭാഗത്തേക്ക് വരുമ്പോഴേക്കും I or me, അതായത് നിങ്ങളാണ്, you are ഷഹീൻ മിസ്രി and you are writing from that perspective. നിങ്ങളായിട്ടല്ല എഴുതുന്നത്, നിങ്ങൾ ഷഹീൻ മിസ്രി ആണെന്ന് വിചാരിക്കുക, and then you are writing the diary entry. അപ്പം അവിടെ യൂസ് ചെയ്യുന്നത് ഫുൾ I, നിങ്ങൾ ഷഹീൻ മിസ്രി ആണെന്നുള്ള രീതിക്ക് വേണം നിങ്ങളുടെ എൻറ്റയർ ഡയറി എൻട്രിയുടെ ആ ഒരു കോണ്ടന്റ് ഭാഗം മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ പ്ലീസ് ഡു ടേക്ക് കെയർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ദിസ് ഇസ് എ സിമ്പിൾ വൺ. ഡയറി എൻട്രി ആണ്, നമുക്ക് ഉള്ളതിലേക്കും വെച്ച് ഏറ്റവും എളുപ്പമുള്ള ഡയറി എൻട്രിയാണ്. ഓക്കെ, then next comes the character sketch of Balvin. This is also an important question. അപ്പോൾ ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വി നോ ദ ആൻസേഴ്സ് ബിക്കോസ് നമ്മൾ ബാൽവിനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. ഹി ഈസ് എ വെരി മോറലി അപ്രൈറ്റ് മാൻ, ഹി ഈസ് ഹാവിങ് എ ഗുഡ് പേഴ്സണാലിറ്റി. എവ്രി വൺ അറൌണ്ട് ഇൻക്ലൂഡിങ് ഹസ് ഫാമിലി ദേ വർ ലൈക്ക് ആസ്കിങ് ഹിം ടു ഗോ ഫോർ ദി ബ്രൈബ്, അല്ലെങ്കിൽ ജസ്റ്റ് ഹാവ് ദ ബ്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടുകാരടക്കം ഇരിക്കുന്നത്. ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ബ്രൈബറി. അപ്പം ഫൈനലി ടുവേർഡ്സ് എൻഡ് ഹി ഈസ് ഗെറ്റിംഗ് എ റിവാർഡ്. അപ്പോൾ അയാൾ ആ നല്ല രീതി, ആ ഒരു മോറൽ തൻ്റെ ജീവിതത്തിലുടനീളം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ടുവേർഡ്സ് എൻഡ് ഹി ഈസ് ഹാവിങ് എ പെർട്ടിക്കുലർ റിവാർഡ്, ഒരു സ്ഥാനക്കയറ്റം നമ്മുടെ മാർഷലിൻ്റെ വക ഒരു ചെറിയൊരു പൊസിഷൻ എക്സ്ചേഞ്ച് മുകളിലോട്ട് കയറ്റി കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ. അപ്പം യു ഷുഡ് ബി വെരി ഫാമിലിയർ വിത്ത് ദി മോറൽ അപ്രൈറ്റ്നസ്. അപ്പോൾ അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വാല്യൂസിനെ വിട്ടിട്ട് ഒരു കളിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യം നിർബന്ധമായിട്ടും കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ അപ്രോച്ച്, അവരെല്ലാവരും ഇയാളെ ചുറ്റും നടന്ന് നിർബന്ധിക്കുന്നത്, ബട്ട് സ്റ്റിൽ ഹി ഡിഡ്ന്റ് ഗിവ് അപ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇറ്റ് ഷുഡ് ബി ദർ. യു ഹാവ് ടു മെൻഷൻ ദി ക്യാരക്ടർ ഫ്രം വിച്ച് ചാപ്റ്റർ ആൻഡ് ദി ഓതർ ടു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യുവർ ക്യാരക്ടർ സ്കെച്ച് വിൽ ബി ഓവർ. Then next comes, Irfan Alam seems it's important to take risks to achieve your dreams. Comment on this statement. So there is a statement, Irfan Alam പറഞ്ഞിട്ടുള്ളതാണ്. You have to take risk in order to achieve your dreams. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിസ്കുകൾ എടുക്കണം. യു ഹാവ് ടു ബി ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾ ഇത്രയും ചുറ്റുവട്ടം, ഇതാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ എങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ യു വോണ്ട് ബി ഗെറ്റിംഗ് എനി, അല്ലെങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് എത്തിപ്പിടിക്കേണ്ട ആ ഒരു പോയിന്റിലേക്ക് യു മേ നോട്ട് ബി ഏബിൾ ടു റീച്ച്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ബി റെഡി ടു ഗോ ഔട്ട് ഓഫ് ദി ബോക്സ് in order to achieve the dreams. നമ്മുടെ ക്വസ്റ്റൻ അതല്ല, യു ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ്. ഈ കമൻറ്റിനെ നിങ്ങൾ ആ ഒരു ഇതിനെ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. കമൻറ്റ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ യു ജസ്റ്റ് ഹാവ് ടു ജസ്റ്റിഫൈ. ഇത് ശരിയാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അപ്പം ദാറ്റ് ഈസ് ആക്ച്വലി സെഡ് ബൈ ഇർഫാൻ അലം. എങ്ങനെയാണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആർ യു ഓൾസോ എഗ്രിങ് വിത്ത് ദ സെയിം? ശരിയാണോ? ഇതുമായിട്ട് എന്താണ്, യു ജസ്റ്റ് ഹാവ് ടു ബി വെരി പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബോക്സ് ഇൻ ഓർഡർ ടു ബി വെരി സക്സസ്ഫുൾ. ശരിയാണോ? വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? യെസ്, ഡെഫിനറ്റ്ലി, അല്ലേ? നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചലഞ്ചസ് നിർബന്ധമായിട്ടും എടുക്കണം. സോ യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ദിസ് ആൻസർ അലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇർഫാൻ അലംസ് ചാപ്റ്റർ. ആ ഒരു ചാപ്റ്റർ, ആ ഒരു റിക്ഷ ആൾക്കാരുടെയും അവരുടെ ജീവിതം എങ്ങനെയാണ് അവർ ഈ ഒരു നല്ലൊരു രീതിയിലേക്ക് ഒരു ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള ആ ഒരു ഇതിലേക്കൊക്കെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് ജസ്റ്റിഫൈ ദറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ ബേസിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കംസ് എ പോപ്പുലർ മാഗസിൻ. ഇത് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 80 വേർഡ്സിലാണ് എഴുതുന്നത്. ഇറ്റ് ഹാസ് ഗോട്ട് 6 marks. A popular magazine, Youth India, has requested to write an article on need for women empowerment in India to be published in the magazine. Prepare the article. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, this is the thing for writing an article. Article writing-ൽ what all things should be there? എന്തൊക്കെ വേണം? What all things should be there in the article? എന്താ ആർട്ടിക്കിൾസിൽ?
So first one should be like, you have to present your ideas. It should be very logical. It should be appropriate with the language. Language okay appropriate. നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കൊടുക്കാം? The topic. First thing is that you have to place the topic. നമ്മുടെ topic എന്താ? This is the topic. അല്ലേ? The need for women empowerment in India. So that will be the topic. Then next comes, ഇനി നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ്. ഓരോ പാരഗ്രാഫ്സും യു ക്യാൻ ഡീൽ വിത്ത് ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ അവിടെ ഒന്നാമത് കൊടുക്കാവുന്ന പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അതായത് വിമൻ എംപവർമെൻറ്റിനെ പറ്റിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ പണ്ടത്തെ വിമൻ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന സ്ത്രീകളുടെ അവസ്ഥ, വാട്ട് വാസ് ദെയർ കണ്ടീഷൻ എന്ന് യു ക്യാൻ ജസ്റ്റ് മെൻഷൻ. Then next comes, what is the situation of women അല്ലെങ്കിൽ what is the status of women empowerment at present. ഇപ്പം എന്താണ് അവരുടെ അവസ്ഥ? ഈ രണ്ട് കാര്യങ്ങളും യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ഇൻ ദാറ്റ്. ആൻഡ് ദെൻ ഇനി അടുത്തത് എന്ത് കൊടുക്കാം? എഡ്യൂക്കേഷൻ, വിമൻ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ, ദെയർ റൈസ്. അവർ ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മറ്റ് രീതികളിലൊക്കെ റൈസ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ ലോഡ് ഓഫ് ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻ, സെക്ഷൽ ഹറാസ്മെന്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഡൗറി റിലേറ്റഡ്, അതും അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള അത്തരത്തിലുള്ള ഹറാസ്മെന്റ്സ്, അങ്ങനത്തെ പരിപാടികൾ ഒരുപാട് നടക്കുന്നത്. അപ്പോൾ സോ യു ഹാവ് ടു ഗിവ് സ്മോൾ നോട്ട് അബൌട്ട് ദാറ്റ് ക്രൈംസ് വിച്ച് ആർ ബീങ് അഗെയിൻസ്റ്റ് വിമൻ. ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ഹൗ, എങ്ങനെ വിമൻ എംപവർമെന്റ് നടത്താം. നിങ്ങളുടെ ആർട്ടിക്കിൾ ഷുഡ് ആൻസർ എങ്ങനെ, നിങ്ങൾ ഈ വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമല്ല, ഹൗ ക്യാൻ ദിസ് ബി അച്ചീവ്ഡ് എന്നുള്ള കാര്യം ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. ആൻഡ് ദെൻ യു ഹാവ് ടു ലൈക്ക് എന്തൊക്കെ പോസിബിൾ സ്റ്റെപ്സ്, വാട്ട് ഓൾ സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ഓർഡർ ടു എംപവർ വിമൻ. ഇത്രയും കാര്യങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കോംപ്രിഹെൻസീവ് മാനർ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കണക്ട് ചെയ്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ യുവർ ആർട്ടിക്കിൾ വിൽ ബി റെഡി. സോ ദ ആർട്ടിക്കിൾ ഷുഡ് ഹാവ് എ ടൈറ്റിൽ. ആ ടോപ്പിക് എന്ന് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഇസ് ദ ടൈറ്റിൽ. ദെൻ ഗോസ് ഇതിനെ പല പല പാരഗ്രാഫ്സ് ആയിട്ട് തിരിച്ച് യു ജസ്റ്റ് ഹാവ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ലൈക്ക് വൈസ്. പല കാര്യങ്ങൾ, പാസ്റ്റ് എന്തായിരുന്നു, പ്രസന്റ് എന്താണ്, എങ്ങനെയാണ്, വാട്ട് ഈസ് ദെയർ എഡ്യൂക്കേഷൻ, ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പോകുന്നത്, വാട്ട് ഓൾ ആർ ദ ക്രൈംസ്, അവരെങ്ങനെയാണ് വരുന്നത്, ആൻഡ് ഹൗ ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. ആൻഡ് ഇതെല്ലാം ഈ പറഞ്ഞ 80 വേർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മേ ബി യു ക്യാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ദാറ്റ് 80 to 100 വേർഡ്സിൽ യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ദി ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് എന്താ, നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് prepare a report to be handed over to the regional deputy director. അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ടാണ് നോക്കുന്നത്. What all things should be there in a report? അപ്പോൾ ആദ്യം നോക്കി ഇവിടെ ക്വസ്റ്റ്യൻ, your school is hosting the district level school youth festival for 2 days with 5 venues in your school. After the youth festival, prepare a report to be handed over to the regional deputy director. അപ്പം ഇപ്പോൾ ഒക്കെ നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ കഴിഞ്ഞ് അധികമായിട്ടില്ല അല്ലേ, ഫെസ്റ്റിവൽസ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യുവർ സ്കൂൾ വാസ് ഹാവിങ്, your school was a venue for school youth festival. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട്, യു ആർ ജസ്റ്റ് മേക്കിംഗ് എ റിപ്പോർട്ട് ഫോർ ദാറ്റ്. എങ്ങനെയായിരിക്കും, വാട്ട് വിൽ ബി ദ പോസിബിൾ റിപ്പോർട്ട് ഓഫ് ദാറ്റ്? അപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ, ദാറ്റ് ഇസ് എൻ ഒബ്വിയസ് തിങ്. ദെൻ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ? അതിൻ്റെ ബിഗിനിങ്ങിൽ ഇറ്റ് ഷുഡ് ഹാവ് എ സ്മോൾ സമ്മറി, ഒരു ചെറിയൊരു സമ്മറി. അതിൻ്റെ സമ്മറി ഉണ്ടായിരിക്കണം. അതിന് തൊട്ട് മുന്നേ അതിൻ്റെ ഒരു, അതായത് നിങ്ങളിപ്പോൾ തുടങ്ങുന്നത് ഇഫ് ഇറ്റ് ഇസ് വിത്ത് എ ടൈറ്റിൽ, ഈ ടൈറ്റിലിൻ്റെ ഒപ്പം തന്നെ ഇറ്റ് ഷുഡ് ഹാവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടൈറ്റിൽ. ദെൻ നെക്സ്റ്റ് കംസ് വാട്ട്, ഇൻട്രൊഡക്ഷൻ. അതായത് നിങ്ങൾ ടൈറ്റിൽ എഴുതി, ദ മേജർ തിങ് ഇസ് ദാറ്റ് ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി ദർ. ദെൻ കംസ് ദി ബോഡി, നിങ്ങൾ എന്താണോ, എന്തൊക്കെ പരിപാടികളാണ്, ദ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ, അതിനെയാണ് നമ്മൾ ബോഡി പാർട്ട് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് കംസ് ദി conclusion. ഒരു ബേസിക് ഫോമാറ്റ് ആണ് ദിസ് വൺ, ഇൻട്രോ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ ആസ് വെൽ. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ വലിയ റിപ്പോർട്ട്സ് ഒക്കെ ആണെങ്കിൽ ബി ഹാവിംഗ് ലൈക്ക്, ആദ്യമേ നമ്മൾ ടൈറ്റിൽ പോയി, ദെൻ ടേബിൾ ഓഫ് കോണ്ടൻസ്, എന്തൊക്കെ പരിപാടികളായിരുന്നു, ടേബിൾ ഓഫ് കോണ്ടൻസ് കൊടുക്കാറുണ്ട്, സമ്മറി, ദെൻ ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ, ദെൻ യു വിൽ ബി ജസ്റ്റ് ഹാവിംഗ് റെക്കമെൻഡേഷൻസ്. എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ യു വിൽ ബി പ്ലേസിംഗ് ദാറ്റ് ടു. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി ദ ഫോമാറ്റ് ഓഫ് എ റിപ്പോർട്ട്. നിങ്ങൾ മറ്റൊരാൾക്ക് ഇന്ന പ്രോഗ്രാം ഇവിടെ നടന്നു, ഇതാണ് അതിൻ്റെ ഇവിടെ നടന്നത്, ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് യു ആർ ജസ്റ്റ് ഹാൻഡിങ് ഓവർ ദാറ്റ് തിങ്. Okay, so that would be the possible format of a report. Moving on to the next one. The poem Rise is a contrast between expectations and reality. Prepare a write-up substantiating this. Rise in the poem Chamman and Jacoda Rise aanu. You're very familiar with this one. How can you just say that it is a contrast between expectations and reality? എങ്ങനെ പറയാൻ പറ്റും? അതിനെ ഇറ്റ്സ് എ കോൺട്രാസ്റ്റ്, ഓപ്പോസിറ്റ്സ് ആണ് അതിനകത്ത് മെയിനായിട്ട്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന്, റിയാലിറ്റി വേറെ ഒന്ന്. ശരിയാണോ ആ ഒരു പോയത്തിൻ്റെ കാര്യത്തിൽ? ഇസ് ഇറ്റ് റൈറ്റ്? വാട്ട് ഡു യു തിങ്ക്? യെസ്, ഒബ്വിയസ്ലി ദാറ്റ് ഇസ് എ റൈറ്റ് തിങ്. ബിക്കോസ് നമ്മൾ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഹെഡിങ് നമുക്കൊരു ഗ്രാമീണ പശ്ചാത്തലം അല്ലേ, ഒരു നാട്ടിൻ പുറം, അവിടെ കുറേ നെല്ലും പാടവും ഒക്കെ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ
അതർ തിങ്സ്, നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, റബ്ബർ, അരക്കിനട്ട് അല്ലെങ്കിൽ തെങ്ങ്, അങ്ങനത്തെ പരിപാടികൾക്കാണ് പെട്ടെന്ന് കാശ് അല്ലെങ്കിൽ കൊടുത്ത് വിറ്റുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് വി ആർ ഗിവിംഗ് പ്രോമിനൻസ് നൗ. പണ്ട് നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഫുൾ എന്താണ് നമുക്കുള്ളത്? റബ്ബറുകളും അത്തരത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് പോയം ഇസ് സേയിങ്. റൈസ് എന്നാണ് പോയം എങ്കിലും നമ്മുടെ എക്സ്പെക്ടേഷൻ ഇതാണ്, നമുക്ക് പറ്റുന്ന രീതിക്ക് എന്താണ് റൈസ് ഉണ്ടാവണം, പാഡി ഫീൽഡ്സ് ഉണ്ടാവണം, നമുക്ക് തന്നെയുള്ള ഫുഡ് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ദ റിയാലിറ്റി ഈസ് നമുക്കിതൊന്നും ഇല്ല. നമ്മളിതൊക്കെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. വി ആർ എക്സ്പെക്ടിങ് ഓൾ ദീസ് തിങ്സ്, ഇൻസ്റ്റെഡ് വി ആർ ഹാവിംഗ് ദിസ് പെർട്ടിക്കുലർ തിങ്സ് ഇൻ റിയാലിറ്റി. ഇതൊക്കെയാണ് നമ്മൾ റിയാലിറ്റിയിൽ നമുക്കുള്ളത്. So that is what this thing means, contrast between expectations and reality. ഇനി നോക്കിയേ, prepare a write-up substantiating this one. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ you have to justify that. അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് you have to make a statement. എങ്ങനെ ചെയ്യും? ഡോണ്ട് ജസ്റ്റ് ഗോ ഫോർ റൈസ് എന്ന് പറയുന്ന പോയം ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞല്ല ആദ്യം പോകേണ്ടത്. ബിക്കോസ് യു ഹാവ് ഗോട്ട് എ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താ? യു ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ്, യു ഹാവ് ടു ജസ്റ്റിഫൈ ദാറ്റ് കോൺട്രാസ്റ്റ്. ദർ ഇസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് എക്സ്പെക്ടേഷൻ. ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പം നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ വെച്ച് തുടങ്ങണം. ദെൻ യു ക്യാൻ സ്ലോലി ഡ്രിഫ്റ്റ് ഇൻ ടു ദ ടോപ്പിക് ഓഫ് റൈസ്. ഇന്ന പോയത്തിൽ ഇന്ന ഓതർ ദേ ആർ സെയിങ് ലൈക്ക് വൈസ്, ഇന്നതൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ കൂടത്തിൽ വേണം യു ജസ്റ്റ് ഹാവ് ടു പ്ലേസ് ദാറ്റ്. സോ യുവർ മേജർ പർപ്പസ് ഇസ് ടു സബ്സ്റ്റാൻഷിയേറ്റ്. ആ ഒരു റൈറ്റപ്പിലൂടെ നിങ്ങൾ പറയേണ്ടത് ഇതാണ്. There is the contrast between expectation and reality. റൈസിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? You have to produce the chapter. അതിൽ എക്സാമ്പിൾസ് വെച്ച് you can just prove that. Okay. അപ്പം അത്തരത്തിൽ if you are doing likewise, you will be having a great write-up. നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു write-up you will be creating then. Okay. Now we will be going for the live TV report. എന്തൊക്കെയാ? I'll just read out the question for you. You and Mr. Ronald, a reporter for the Daily TV, assigned to report the third round and the final scene of the bout between the Amigo brothers. Give a live TV report. So we are familiar with the chapter Amigo brothers. Amigo brothers തമ്മിലൊരു ഫൈറ്റ് സീനാണ്, റെസ്ലിംഗ് സീനാണ്. ആ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. സോ യു ആർ ദർ ടു റിപ്പോർട്ട്, ലൈവ്ലി റിപ്പോർട്ട് ദറ്റ് ന്യൂസ്. ആ ഒരു കാര്യം നിങ്ങൾ ലൈവായിട്ട് കവർ ചെയ്യാൻ പോയിട്ടുള്ളതാണ്. സോ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ആൻഡ് സച്ച് എ ലൈവ് ടി വി റിപ്പോർട്ട്. ഹാവ് യു എവർ സീൻ സച്ച് ലൈവ് ടി വി റിപ്പോർട്ട്സ്? ഇപ്പോൾ ഒക്കെ വളരെ കോമൺ ആണ് ലൈവ് ടി വി റിപ്പോർട്ട്സ്. സോ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ? ഇമ്പോർട്ടൻറ്റ് പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയാസ്. പെട്ടെന്ന് ഐഡിയാസ് വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ വിച്ച് ഇസ് ഹാവ് ടു പ്രസൻറ്റ്. അപ്പം വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ ദാറ്റ് ലൈവ് ടി വി റിപ്പോർട്ട്? ആദ്യമേ നിങ്ങൾ ഇന്ന ആളുടെ ഒപ്പം ഇന്ന ആളാണ് അല്ലേ, ക്യാമറാമാൻ ഇന്ന ആളുടെ ഒപ്പം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ പേര് ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഇനി നമുക്ക് അതിൽ യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ആപ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ ആ നടക്കുന്ന സ്ഥലത്താണ് നിങ്ങളുള്ളത്. സോ യു ഷുഡ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഡീറ്റെയിൽസ്. അതായത് ഇപ്പം ഇന്നതാണ് നടന്നു കഴിഞ്ഞതെന്ന് പറയാൻ യു ഷുഡ് ബി ഏബിൾ. ബിക്കോസ് യു ആർ ദർ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും വരുന്നത് യു ആർ നോട്ട് റിപ്പോർട്ടിംഗ്. യു ആർ ദർ അറ്റ് ദി പൊസിഷൻ ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഗിവ് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് അബൌട്ട് ദറ്റ് പെർട്ടിക്കുലർ വൺ. നിങ്ങൾക്ക് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള സകല ഡീറ്റെയിൽസും യു ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ്. ഓക്കെ. അപ്പം അതാണ് ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. The viewers are expecting that from you. അവർക്ക് ലൈവായിട്ട് കാര്യങ്ങൾ, they are seeing all these things in the background. അതുകൊണ്ട് തന്നെ they are expecting the minute details, the correct informations which are given by the reporter. So your your place should be mentioned. ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്. So this is what is happening. ഇന്നതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. So these two brothers are fighting and they have got a very great friendship. അതൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് they are fighting. ഇന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്തെങ്കിലും അതിനിടയ്ക്ക് നടന്നിട്ടുണ്ടെങ്കിൽ you have to report that one too. Okay, so your live report should be like that, and towards the ending, finally, എന്ത് സംഭവിച്ചു? Did they wait for the results to be announced? ലാസ്റ്റ് വരെ നിന്നോ? Or did they just leave the place? നമ്മൾ സ്റ്റോറി വായിച്ച് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. So all these all these sequences should be mentioned there in the live TV report. Okay, so that is how you have to produce the live TV report. Shall we go for the next one? ആൻഡ് അതിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് യു ജസ്റ്റ് ഹാവ് ടു മെൻഷൻ ലൈക്ക് ഒരു ടെൻസിൻ്റെ കാര്യം. അതായത് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ യു ആർ മെൻഷനിങ് ദാറ്റ് ഇൻ ലൈവ് ടി വി റിപ്പോർട്ട്. പണ്ടൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇന്നത് കഴിഞ്ഞു, അവിടെ ഇന്ന സ്കൂളിൽ ഇന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നടുത്ത ഒരു റെസ്ലിംഗ് ഫൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിലൊക്കെ വരിക. ബട്ട് ഹിയർ ദ തിങ് ഇസ് ദാറ്റ് ദിസ് ഇസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് പ്രസൻറ്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റിലാണ് നമ്മുടെ ഈ പറഞ്ഞ സകല കാര്യങ്ങളും നടക്കുന്നത്. സോ യു ജസ്റ്റ് ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യൂസിങ് ദി appropriate tense. It should be in present tense. So this is the thing that you have to keep in your mind when you are dealing with live TV report. Okay, so shall we go for the next one? Okay, so we are having a letter
What is the question given? Road accidents are on the rise these days. Many lives have been lost due to the rash and indifferent driving. It's a high time to be voiced against these asuras and write a letter to the editor about reckless driving on roads. So, letter to the editor aana. So we just have got the format of an official letter. The format aana. I'll just go through the format very quickly. You just have to draw a column like this. In the beginning, you just have to go for from address. We want from instead of writing from, our address place. If from you don't have to go for likewise. You just have to place the address. Then next comes the date, which is the date that you are writing the letter. Then next comes the to address. Again, we just have to give the address very directly. Then next comes salutation, sir or dear sir, dear madam. Then next comes the subject. The subject because the subject is already given. Reckless driving on roads. So the same subject can be placed here. Then you will start your letter. So you can just mention that you are so and so, and I'm writing, this is my purpose, you can just start. And then going for the next paragraph, you have to mention, you're talking about road accidents. Road accidents, you are getting, you are making them attend such a case. You are writing the letter. So you just have to produce the content likewise. You can also provide some solutions. Paragraph, this can be given as a solution. We can reduce the amount of road accidents. You can also provide suggestions. Okay? And finally, towards the end, towards the margin, near to the margin, you just have to place yours sincerely. Friendly letter, we'll be just placing it as yours lovingly. But if it is for a formal purpose, yours sincerely. Our will be concluding, then your name as well as your signature. So that is what the format of a formal letter. So shall we go for the next one? Okay. We'll move on to the next question. This is of an email writing. All of us are familiar with that because usually now we phones like cafes mail but now nowadays it has become very usual one. Accessible WhatsApp. Still, for official purpose, we'll be just sending a mail through our phone itself. But okay, Mr. George, your family friend who is in the US for the past 25 years wishes to come down and settle in Kerala. He sends an email to your father stating his wish and future plans. Write the email for him. So your father is writing a letter. You are just inviting that abroad. So you just have to place here. So this is the format of an email. You should have to provide from will be there, then to address will be there, subject will be there. Date will always be there. Then you have the salutation part. Dear, salutation down. You just have to, this is a friendly light. Or email, but still it is friendly. You just ask about their then go for the content. Content, then you just have to conclude yours lovingly, so and so. Okay, it is not a normal address. It should be an email address. Or account, Gmail account, Yahoo account, your mail should be processed. We just have to give the subject also. Even if it is an informal one, we just have to place a subject. That is the format of an email. Okay? Email address gmail.com. Write your name.com. Our Gmail address, mail address, it should be given as the to and from part. Alright? Okay. So that is also done. Now we will move on to the next one. This is a bigger essays. These are the bigger essays. 140 words. Each one carries 8 marks. But okay, today there is a major concern about the use of drugs among teenagers. Government has launched a mass campaign to create awareness against drugs among the public. In one such campaign program, you are asked to deliver a speech
on teenage drug abuse, reasons and preventions. Prepare a speech. ഓക്കെ, നിങ്ങളുടെ സ്പീച്ച്, നിങ്ങൾക്കൊരു സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ യു ഹാവ് എ പെർട്ടിക്കുലർ ഫോമാറ്റ് ഫോർ എ സ്പീച്ച്. നമുക്കറിയാം, നമ്മൾ കാലാകാലം നമ്മൾ വഴി കൂടെ പോകുമ്പോഴും സ്കൂളിലിരിക്കുമ്പോഴും ഒക്കെ കേൾക്കുന്നതാണ്, വി ആർ ഹിയറിംഗ് ദി ഫോമാറ്റ് ഓഫ് സ്പീച്ചസ്. ആദ്യം യു ജസ്റ്റ് ഹാവ് ടു അഡ്രസ്, ഗ്രീറ്റിംഗ്സ് ഷുഡ് ബി ദർ. ഇഫ് ഇറ്റ് ഇസ് ദ മോർണിംഗ് ടൈം, യു ജസ്റ്റ് ഹാവ് ടു അഡ്രസ് ഇറ്റ് ലൈക്ക് a warm morning to one and all. അല്ലേ, അത് കഴിഞ്ഞ് we just have to go for the salutation part. ഒരു salutation മാത്രമല്ല, dear friends മാത്രമല്ല, if someone special is there on that occasion, you just have to address everyone. Okay, അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ then you are just mentioning your topic. ഇന്ന ദിവസം I am going to deal with such and such topic. So our topic is teenage drug abuse, reasons and preventions. Okay, then you will start with it. You just have to go for a very nice introduction for that speech. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ടീനേജേഴ്സ് ഫുള്ള് ഡ്രഗ്സിൻ്റെ മേലെയാണ്, അവർ ഫുൾ ടൈം ഇതിൻ്റെ പുറകെയാണ് എന്ന് പറഞ്ഞിട്ടല്ല യു വിൽ നോട്ട് ബി സ്റ്റാർട്ടിങ്. സോ യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് പ്രോപ്പർ ബിഗിനിങ്, നല്ലൊരു ബിഗിനിങ് വെച്ച് തുടങ്ങണം. ദെൻ യു ക്യാൻ ജസ്റ്റ് സബ് ഡിവൈഡ് ദീസ് ഇൻ ടു പാരഗ്രാഫ്സ്. ഓരോ പാരഗ്രാഫ്സ് ഇറ്റ് ഷുഡ് ഹാവ് ന്യൂ ഐഡിയാസ്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ്സിൽ മേ ബി യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ഇറ്റ് ആസ് ആദ്യത്തെ ഒരു 1-2 പാരഗ്രാഫ് യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ജനറൽ ഐഡിയാസ്. Then next comes, ഇവിടെ പെർട്ടിക്കുലർലി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, one should be of reason and one should be of prevention. First one, reasons പറയാം. എന്തുകൊണ്ടാണ്, why is the youth എന്തുകൊണ്ടാണ്, why are they being attracted towards drugs? Reasons it produce ചെയ്യാം. അത് തന്നെ നിങ്ങൾക്ക് ബുള്ളറ്റഡ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ്. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ മെത്തേഡ്സ്, സൊല്യൂഷൻസ് ഫോർ ഓൾ ദീസ് തിങ്സ്. പ്രിവെൻഷൻ, എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം. അപ്പം അതും ഞങ്ങൾക്ക് ബുള്ളറ്റ്സ് ഇട്ടിട്ട് യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ പോയിന്റ്സ്. പോയിന്റ്സ് തന്നെ എഴുതണമെന്നല്ല, ഇഫ് യു ആർ റൈറ്റിംഗ് പോയിന്റ്സ് യു ജസ്റ്റ് ഹാവ് ടു ഡിസ്ക്രൈബ്. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു പോയിന്റ് എഴുതി, ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി ദർ. Following description should be there. വെറുതെ പോയിന്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ it won't be an essay. So this is an essay, this is a speech. You have got 8 marks for it. Okay, അപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. ഫൈനലി ടുവേർഡ്സ് എൻഡ് വാട്ട് ഷുഡ് ബി ഗിവൻ. ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് നീഡ്സ് എ കൺക്ലൂഷൻ. അതിനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓക്കെ, ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് യു ക്യാൻ ജസ്റ്റ് മേക്ക് എ പ്രോപ്പർ കൺക്ലൂഷൻ. സോ ദാറ്റ് വുഡ് ബി ദ ഫോമാറ്റ് ഓഫ് എ സ്പീച്ച്. Hope it is clear for you. So shall we move on to the next one? Okay, so a reputed chain of restaurants needs delivery boys or girls of age group 20 to 25. Candidates must speak English and also own a vehicle. A best remuneration for suitable candidate. Apply with a detailed resume to Mr. Raj, General Manager, Rahmania, Alva. So this is of we have already ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരു ജോബ് ആപ്ലിക്കേഷൻ, നമുക്കിപ്പോൾ ഒരു ജോലിക്കാണ്, വി ആർ ജസ്റ്റ് അപ്ലൈയിങ് ഫോർ എ ജോബ് ആൻഡ് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് എ റെസ്യൂം. ഒരു റെസ്യൂം എന്ന് പറയുമ്പോഴേക്കും യുവർ ബയോഡാറ്റ. പണ്ടൊക്കെ നമ്മൾ ബയോഡാറ്റ എന്നായിരുന്നു പറഞ്ഞത്. ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി സഫിസ്റ്റിക്കേറ്റഡ് ടേം നൗ. ഇറ്റ് ഇസ് റെസ്യൂം നൗ. ഓക്കെ, അപ്പോൾ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ ദ റെസ്യൂം. റെസ്യൂമിൽ യുവർ നെയിം, അഡ്രസ്, യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, യുവർ സ്കിൽസ്, your experience, all these things should be given. നിങ്ങളെ പറ്റി കിട്ടാവുന്ന സകല ഡീറ്റെയിൽസും it should be there in the resume. അപ്പം what all things should be there in the resume? Your name, address എന്ന് പറയുമ്പോൾ it includes your phone number അതിൻ്റെ കൂട്ടത്തിൽ your address, Gmail address should also be given there. Then comes your educational മുന്നേ qualifications. നിങ്ങൾക്ക് ഇപ്പം എത്രത്തോളമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം. If you have got 10th +2 degree or something else, അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. Then next comes എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് എന്താണുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും അതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഷുഡ് ബി മെൻഷൻഡ്. ആൻഡ് ദെൻ ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ആ ഒരു റെസ്യൂമ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബയോഡാറ്റയുടെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ പ്ലേസ് ചെയ്യാറുള്ളത് ദർ ഷുഡ് ബി വൺ ഡിക്ലറേഷൻ. ഈ മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണെങ്കിൽ ഐ എഗ്രി വിത്ത് ഓൾ ദ ഡീറ്റെയിൽസ് വിച്ച് ആർ ഗിവൻ, ഇതെല്ലാം ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിക്ലറേഷനും വെക്കാറുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി ദർ വിത്ത് എ റെസ്യൂം ഫോം. ഓക്കെ, ആ ഒരു ഡിക്ലറേഷൻ മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് യു വിൽ ബി പുട്ടിങ് എ സിഗ്നേച്ചർ ഓൾസോ. ആ ഒരു സിഗ്നേച്ചറും വെച്ചിട്ടായിരിക്കും ഹെൽ ബി പ്ലേസിങ് യുവർ റെസ്യൂം. അപ്പോൾ അതിന് മുന്നേ യു വിൽ ബി ഹാവിംഗ് എൻ അപ്ലിക്കേഷൻ ലെറ്റർ. ജോബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ യു വിൽ ബി ജസ്റ്റ് അപ്ലൈയിങ് ഫോർ ദ ജോബ്, ദെൻ ഓൺലി യു വിൽ ബി അറ്റാച്ചിങ് ദിസ് വൺ. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി ദ ഫോമാറ്റ് ഓഫ് എ റെസ്യൂം, ബയോഡാറ്റ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മേജർ പേർപ്പസ് തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി എഴുതി വെച്ചാൽ പോരാ. യു ഹാവ് ഗോട്ട് ഇന്ന ആൾക്കാണ് നിങ്ങൾ അയക്കുന്നത്, ഇന്നൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് യു ആർ അപ്ലൈയിങ് ഫോർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ഇസ് ക്ലിയർലി മെൻഷൻഡ്. സോ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഗിവൻ ദർ ഇൻ യുവർ തിങ്സ്. ആൻഡ് നെക്സ്റ്റ് കംസ് ലാസ്റ്റ് നമുക്ക് താഴത്തേക്കുള്ള ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോരുന്നത്. ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് വി ആർ ഹാവിങ്
കമ്പാരിസൺ. അതായത് നമുക്ക് യൂഷ്വലി ഉള്ളൊരു പാറ്റേൺ ആണ്. നമുക്ക് വിൽ ബി ഹാവിങ് എ പോം ഹിയർ, ഒരു പോയം ഇവിടെ ഉണ്ടാവും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരിക, ഒരു പോയം തന്നിട്ടുണ്ട്. യു ഹാവ് ടു കമ്പയർ ദാറ്റ് വിത്ത് വൺ ഓഫ് ദി സ്റ്റഡീഡ് പോയംസ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പോയമായിട്ട് യു ഹാവ് ടു കമ്പയർ ദാറ്റ്. സോ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണ് അവിടെ വരുന്നത്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, ദാറ്റ് ഇസ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. നോക്കിയേ, read the poem given below, compare and contrast it with any women and attempt a critical appreciation. Okay, അപ്പോൾ one is given minute എന്ന് പറഞ്ഞിട്ടാണ്. When I pray to God, I ask him for 1 minute back in time to place in my mother's arms. One more cuddle, just one last time. 1 minute may not seem long to you, but it would mean the world to me. So this is all about ഒരു മിനിറ്റും കൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഐ വുഡ് ബി വിത്ത്, ഐ വിൽ സ്പെൻഡ് മൈ ടൈം വിത്ത് മൈ മദർ എന്നുള്ള ഒരു തീമിൽ വരുന്നതാണ്. സോ എനി വിമൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ഹാവിങ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഫോർ മദേഴ്സ് ലവ്, അല്ലെ? മദേഴ്സിൻ്റെ അമ്മമാരുടെ സ്നേഹം അല്ലെങ്കിൽ അമ്മമാരോടുള്ള ആ ഒരു ഇമോഷണൽ ഫീലിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു പോം തന്നെയാണ്. അല്ലെങ്കിൽ ലേഡീസ് വിമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഗോ ഫോർ ദ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. അപ്പം ആദ്യമേ യു ജസ്റ്റ് ഹാവ് ടു ഗോ ഫോർ എൻ ഇൻട്രഡക്ഷൻ, യുൽ ബി ഡീലിംഗ് വിത്ത് ദിസ് ആൻഡ് ദിസ് പോയംസ് എന്ന് പറയുക. ദെൻ ടേക്ക് വൺ പെർട്ടിക്കുലർ പോയം, ഒരു പോയം എടുക്കുക. സോ ദാറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ടേക്കിംഗ് ദ നോൺ പോയം, നിങ്ങൾക്ക് അറിയുന്ന പോയം എടുക്കുക. ഗോ ഫോർ ദ ഡിസ്ക്രിപ്ഷൻസ്, പോയറ്റിക് ഡിവൈസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു പ്ലേസ് ഇറ്റ്. ഒരു പാരഗ്രാഫ് അതിനെ പറ്റി എഴുതാം. ദെൻ ഗോ ഫോർ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിൽ യു ഹാവ് ടു പ്ലേസ്, ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് വെച്ചിട്ട് യു ഹാവ് ടു ക്രിയേറ്റ് എ നെക്സ്റ്റ് പാരഗ്രാഫ്. അവിടെ യു മേ ഹാവ് സം പെർട്ടിക്കുലർ റൈം സീക്വൻസ്, സം പെർട്ടിക്കുലർ നോട്ടബിൾ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് മേ ബി ദർ. അങ്ങനത്തെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു മെൻഷൻ ദാറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് എ പാരഗ്രാഫ് ഷുഡ് ബി ദർ വിച്ച് ഇസ് ഹാവിംഗ് ദി കോൺട്രാസ്റ്റ് ഓർ കമ്പാരിസൺ ഓഫ് ദീസ് ടു പോയിംസ്. എന്താണ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചെയ്യുന്ന വൺ പെർട്ടിക്കുലർ പാരഗ്രാഫ് ഷുഡ് ബി ദർ. അവിടെ രണ്ട് പോയിംസിൽ നിന്നുള്ള ഐഡിയാസ് കമ്പൈൻ ചെയ്ത് എങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ദർ ഇൻ ദി paragraph. And towards the end, you can just conclude the poem. Innathanakeyana we are getting from these two poems nu parnu, you can just go for the conclusion. All right. So that would be the format of a critical appreciation of all these poems. But that is what we are having in this first set. Okay. കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. Sorry for the delay. We were just adding one more slide. നമ്മൾ already പറഞ്ഞിട്ടുണ്ടായിരുന്നു we'll be discussing 2 question papers. അപ്പോൾ നമ്മുടെ next paper is ready. അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം ചെയ്തപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളൊന്നും we won't be discussing that in very detail. കാരണം നമുക്ക് വൺ വേർഡ്സ് നമ്മൾ ആൻസർ ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല, ബിക്കോസ് യു ഓൾറെഡി നോ ദി ആൻസേഴ്സ്. ആൻഡ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്കോഴ്സ് പാർട്ടാണ് പ്ലസ് ഗ്രാമർ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. I firmly believe in C.K. Prahlad's idea that
Business can be successful by targeting the bottom of the pyramid. Identify the speaker. Who is the speaker എന്നാണ് ചോദിച്ചിട്ടുള്ളത്. It was like ബിസിനസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ ഒബ്വിയസ്ലി പെട്ടെന്ന് തന്നെ ആൻസർ ക്ലിക്ക് ആവും. ഇറ്റ് ഇസ് ഇർഫാൻ അലം അല്ലേ? ഇർഫാൻ അലമിന്റെ വേർഡിങ്സ് ആണ്. ദെൻ ഹൂ ഡസ് എ ടാർഗറ്റ് മീൻ? ലുക്ക് അറ്റ് എയിം അറ്റ്. ഹൂ ഡസ് എ ടാർഗറ്റ് മീൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടാർഗറ്റ് എന്തിനാണ്? വിച്ച് മീൻസ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ്? വിച്ച് മീൻസ് ഓക്കെ ടു എയിം അറ്റ് അല്ലേ? എയിം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരിക. എയിം അറ്റ്. ദെൻ നെക്സ്റ്റ് കംസ് ദ ബോട്ടം ഓഫ് ദ പീരീഡ് ഹിയർ റെഫേഴ്സ് ടു. ഇവിടെ എന്താണ്? അൺഎംപ്ലോയിഡ് ആണോ? ദ പുവർ ആണോ? അല്ലെങ്കിൽ ദ ഇഗ്നോറൻ്റ് ആണോ? ഏതിനെയാണ് റെഫർ ചെയ്യുന്നത്? ഇറ്റ് ഒബ്വിയസ്ലി മീൻസ് ഈ പുവർ, സാധാരണ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഡു യു ബിലീവ് ഇൻ ദിസ് ഐഡിയ? ഗിവ് റീസൺ. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ഐഡിയയുമായിട്ട് യു ജസ്റ്റ് ഹാവിങ് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടോ? യെസ് ഓർ നോ? ഇപ്പം നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ യുവർ ഓൺ ആൻസേഴ്സ്. യെസ് അല്ലെങ്കിൽ നോ പോവാം. ബട്ട് യു ഹാവ് ടു ജസ്റ്റിഫൈ ദാറ്റ്. റീസൺ ഷുഡ് ബി ദ. ഓക്കെ, മൂവിങ് ഓൺ. Fill in the blanks with suitable words from the box. നമുക്ക് ഇവിടെ കുറച്ച് കണക്ഷൻ വേർഡ്സ് തന്നിട്ടുണ്ട്. കണക്ഷൻ വേർഡ്സ് ഉണ്ട്. Essential drugs are those that the body has no need for dash that give the user a strong sense of pleasure. So what will be the answer? Need for but that. അപ്പം നമുക്ക് but ആണ്. This would be the appropriate. But that give the user a strong sense of pleasure. The drug should also have restorative effects dash. It will unbalance healthy functions of the brain and body. So what will be the order? Or it will. അല്ലേ? Or അല്ല എങ്കിൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. So then last one. Dash real dangers exist. The drug user often assumes they don't. എന്താണ് ആൻസർ വരിക? Although എന്നിരുന്നാലും ഡ്രഗ് യൂസേജിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്നിരുന്നാലും എന്ത് സംഭവിക്കുന്നുണ്ട്? He couldn't just assume. അവൻ അതിനെപ്പറ്റി ഒന്നും bothered അല്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി. റീറൈറ്റ് ഇറ്റ് ആസ് ഡയറക്റ്റഡ്. ഓക്കെ, എന്താ റീറൈറ്റ് ചെയ്യാനാണ്. സോ കാണുമ്പോൾ തന്നെ മനസ്സിലായി. റീറൈറ്റ് ഇറ്റ് ആസ് ഡയറക്റ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഇസ് ലൈക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ? കീപ് യുവർ ഹെഡ്സ് അപ്പ് said the referee to the Amigo brothers. The referee instructed. So it is like എന്താണത്? It is a kind of instruction. ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. The Amigo brothers. അപ്പോൾ ഇതെന്താ? ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഇറ്റ്സ് എ കമാൻഡ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വെർബ് എന്താ? ഇറ്റ് ഷുഡ് ബി ടു അല്ലേ? So the referee instructed the Amigo brothers to keep their heads up. To keep their heads up. Then the referee signaled the ring doctor to check the fighters out. The ring doctor was എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? Was signaled. സിഗ്നൽ ആണ് പറഞ്ഞിട്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. The referee signaled എന്നാണ് പറഞ്ഞിട്ടത്. The ring doctor was signaled to check the fighters. Okay. So that is also very important, very easy one. പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്തു പോകാവുന്നതാണ്. So we have got a poem and you have to go for the description. God too must have stammered when he created man. That is why all the words of man carry different meanings. That is why everything he utters, from his prayers to his commands, stammers like poetry. Stammer നമ്മുടെ സ്റ്റാമറിൻ്റെ ആ പോയട്രിയിൽ നിന്നുള്ളതാണ്. ദിസ് ഇസ് ആൻഡ് ഐഡന്റിഫൈ ദ പോയം ആൻഡ് ദ പോയറ്റ്. ഹൂ ഇസ് എ പോയം? അല്ല, വാട്ട് ഇസ് എ പോയം? എന്താണ് ഇവിടുത്തെ പോയം? ഏതാണ്? സ്റ്റാമർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ പോയറ്റ് ഇസ് സച്ചിദാനന്ദൻ അല്ലേ? സച്ചിദാനന്ദന്റെ പോയമാണ് സ്റ്റാമർ. വാട്ട് ഡസ് ദാറ്റ് ഡീൽ വിത്ത്? ഹൗ ഡസ് ഹി ഇൻ ദ ഫിഫ്ത്ത് ലൈൻ, അല്ലെങ്കിൽ ഹൂ ഡസ് ദ ഹി ഇൻ ദ ഫിഫ്ത്ത് ലൈൻ? ഹി ആണ്. എച്ച് ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. സോ ഇറ്റ് വിൽ ബി ലൈക്ക്, ആരാണ് ഹി? ഇറ്റ് റെഫേഴ്സ് ടു മാൻ. ഒന്നെങ്കിൽ മനുഷ്യനെയാണ് റെഫർ ചെയ്യുന്നത്. ആ മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്, മനുഷ്യനെയാണ്. ഹി എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി എച്ച് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് റെഫേഴ്സ് ടു മാൻ. Okay, then next one is like അടുത്തത് എന്താ? Identify the poetic device used in the last line. Last one, like poetry. Stammers like കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയമില്ല, അങ്ങ് വെച്ച് കാച്ചിക്കൊള്ളുക. എന്താണ്? ഇറ്റ്സ് എ സിമിലി അല്ലേ? സിമിലി ആണ്. ലൈക്ക് ഓർ ആസ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി സിമിലി. Then next comes, what is the next thing? അടുത്ത എന്താ വരുന്നത്? What according to the poet is reason for words carrying different meanings? ഈ words carrying different meanings എന്ന് പറഞ്ഞ ടേം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. What is that? അതായത് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഹി വിൽ ബി ഹാവിങ് ലോഡ് ഓഫ് അതർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. എല്ലാവരെയും ഒരേപോലെ അല്ല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ദ പോയിറ്റ് സേസ് ദാറ്റ് ഗോഡ് മസ്റ്റ് ഹാവ് സ്റ്റാമർ അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ. അതായത് ഉണ്ടാക്കിയപ്പം, അയാളെ ഉണ്ടാക്കിയ ടൈമിൽ ഗോഡും ഒരുപക്ഷെ സ്റ്റാമർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹി വിൽ ഓൾസോ ബി ഹാവിങ് സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ വി കൻ ജസ്റ്റ് ഗിവ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ആൻസർ.
ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, 2 or 3 sentences ആൻസർ ചെയ്യാനുള്ളതാണ്. Ashapurna Devi compares women's to Matchbox. And do you agree with her? Matchbox എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. We have Nabida. എങ്ങനെയാണ്? Why is she comparing women to Matchbox? Do anyone of you have an answer? എങ്ങനെയാണ്? Why is she comparing women to Matchbox? Definitely അത് yes, do ആണ് ചോദിച്ചത്. ആശപൂർണ്ണ കമ്പയർ ചെയ്യുന്നുണ്ട്. Do you agree with that? Obviously we are agreeing. Matchbox എന്നാണ് അതിൻ്റെ പേര് തന്നെ. So how is she comparing? മാച്ച് ബോക്സിലുള്ള തീപ്പെട്ടിക്കൊള്ളികൾ ദേ വിൽ ബി ബേണിങ്. അവർ ആ ഒരു സാധനം കത്തിക്കാൻ ഉപയോഗിക്കും, അവർ തന്നെ എരിഞ്ഞില്ലാണ്ട് തീരുകയാണ്. സോ ദാറ്റ് ഈസ് ഹൗ ഓൾ ദി വിമൻ ആർ ലിവിങ് ദെയർ ലൈഫ്. അവർ സ്വന്തമായിട്ട് ഇങ്ങനെ എരിഞ്ഞ് തീരാൻ വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് യുവർ ഓൺ പോയിന്റ് ഓഫ് വ്യൂസ്, ഇന്റർപ്രിട്ടേഷൻസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. യു ഡോണ്ട് ഹാവ് ടു എക്സാക്ട്ലി ഗോ ഫോർ ദ പെർട്ടിക്കുലർ പോയിന്റ്, ദ സെയിം പോയിന്റ് ദാറ്റ് ഐ ആം ഓർ യുവർ ടീച്ചേഴ്സ് ആർ സെയിങ്. അത് നിങ്ങൾക്ക് വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാം. ബട്ട് എനിവേസ് മാച്ച് ബോക്സുമായിട്ട് കമ്പാരിസൺ ഉണ്ട്. യു ഹാവ് ടു ജസ്റ്റിഫൈ ദാറ്റ് ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക? അടുത്ത് നോക്കിക്കേ. Sudhamurthi's grandfather and Ratna are considered as human Horagalos. What do you think? അപ്പോൾ രത്നേനെയും ഗ്രാൻഡ് ഹൊറഗലോസ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. What do you think about that? നിങ്ങളും അത് സമ്മതിക്കുന്നുണ്ടോ? Obviously yes അല്ലേ? ഗ്രാൻഡ് ഫാദർ ആണ് എല്ലാവരുടെയും ദുഃഖങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. രത്ന വാസ് ഓൾസോ ഹാവിങ് സിമിലർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ definitely you have to agree with that and you have to say that. What do you think എന്നാണ് പറയുന്നത്. You have to justify the answers too. Any next one is the narrator in the poem Rice expected to have a meal of Atikara rice, and what happened in reality? Was he happy? Rice എന്ന് പറയുന്ന ചാപ്റ്ററിൽ we have that contrast as well as comparison. റൈസ് ഒക്കെ കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്, ബട്ട് ഇപ്പുറത്തെ ഒരേ സൈഡിൽ നമ്മൾ വളർത്തണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വളർത്തുന്നത് ഇറ്റ് ഇസ് റബ്ബർ അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള ക്രോപ്സ് ആണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതാണ് പറയുന്നത്. സോ യു ജസ്റ്റ് ഹാവ് ടു ഗോ ഫോർ ദി അപ്രോപ്രിയേറ്റ് ആൻസർ. നിങ്ങളുടെ അപ്രോപ്രിയേറ്റ് ആൻസർ അപ്രോപ്രിയേറ്റ്നെസ്സിനും അതുപോലെ തന്നെ ഇതിൻ്റെ റെലവൻസിനും ഇറ്റ് ഹാസ് ഗോട്ട് മാർക്സ്. സോ വാസ് ഹി ഹാപ്പി? അദ്ദേഹത്തിന് അത് കിട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻ ഷുഡ് ഓൾസോ ബി ആൻസർ. ഒരു കാര്യം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, യു ഹാവ് ഗോട്ട് 2 questions. വാട്ട് ഹാപ്പൻഡ് ഇൻ റിയാലിറ്റി എന്ന് മാത്രം ഉത്തരം എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് കംപ്ലീറ്റ് മാർക്സ്. യു ഹാവ് 1 more question. വാസ് ഹി ഹാപ്പി? അതിനുള്ള ആൻസറും കൂടി യു ഹാവ് ടു പ്ലേസ് വെൻ യു ആർ ആൻസറിങ് ഫോർ ദാറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് ഓക്കെ 3 marks ആണ് ഓരോന്നിനും വരുന്നത്. എഡിറ്റ് ദ പാസേജ് എഡിറ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് ലൈക്ക് എന്തൊക്കെ ഇതിന് വന്നിട്ടുള്ളത്. 17th question ആണ്. 17th is like 1 നോക്കിക്കേ. The academic system at St. Xavier's was different from the system in US. Here, a far more bookish form of learning replaced the academic rigor and intellectual stimulation I received in Massachusetts. അപ്പം ഇവിടെ എന്താ ആദ്യത്തെ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് മിസ്റ്റേക്ക് വരുന്നത് ഇവിടെയാണ്, ഇൻ US എന്നാണ്. US is actually a country. അപ്പോൾ അവിടെ നമ്മൾ ഒരൊറ്റ കൺട്രിയുള്ള നമ്മൾ അതിനെ വീഡിയോസ് ഹാവ് ടു സ്റ്റേറ്റ് ഇറ്റ് ലൈക്ക് ഇൻ ദ US. US എന്ന് പറഞ്ഞാൽ പല US നമുക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഒരു അപ്രോപ്രിയേറ്റ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്ഡ് തിങ് ആണ്. സോ യു ജസ്റ്റ് ഹാവ് ടു ആഡ് ദ, അത് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ അടുത്തത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഫോർ മോർ, ഇറ്റ്സ് ഫാർ മോർ. It's a far more എന്നുള്ളതാണ്. That would be the answer. Then next comes, what is the next one? ഇവിടെ നോക്കിയേ, bookish thing and I received in Massachusetts. അതായത് മസാച്യുസെറ്റ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിനേക്കാളും അടിപൊളിയാണ്. അതായത് അത് ദാറ്റ് ഹാപ്പൻഡ് എ ലോങ് വൈലേക്ക്, മുന്നേ നടന്നതാണ്. അപ്പം എത്രയോ കുറച്ച് കാലം മുന്നേ നടന്നതിന് വിൽ നോട്ട് ജസ്റ്റ് സേ ദാറ്റ് ഇൻ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ്. ഇത് ഐ റീച്ച്ഡ് അല്ലെങ്കിൽ ഐ റിസീവ്ഡ് എന്ന് പറയും. S+V2 ആണ്. സോ അത് കുറച്ച് നാൾ മുന്നേ നടന്നതായതുകൊണ്ട് തന്നെ വി ജസ്റ്റ് ഹാവ് ടു സേ ദാറ്റ് ഇൻ past perfect tense. So I had received, മുന്നേ കുറച്ച് മുന്നേ റിസീവ് ചെയ്തതാണ്. So I had received in Massachusetts. Okay, so that's it for the editing. So ഇത്രയും എഴുതി 3 mistakes തിരുത്തിയിട്ടുണ്ടെങ്കിൽ you'll get 3 marks. Okay, next comes drug related health disorders are many and varied. Mention any 3 of them. എന്തൊക്കെയാണ് ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്? ഡിസീസസ് ഉണ്ടാവാം, യുവർ ഇമോഷണൽ ബോണ്ടേജ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളത് ഉണ്ടാവും, അക്കാഡമിക് ആയിട്ടുള്ള ബാക്ക്വേർഡ്നെസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. എനിത്തിങ് ദാറ്റ് യു ക്യാൻ നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള any 3 points ക്യാൻ ബി മെൻഷൻഡ്. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്നെസ് മാത്രമേ നിങ്ങൾ അവിടെ നോക്കേണ്ടതുള്ളൂ. ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, elaborate the idea conveyed in the following poetic lines. ഇവിടെ എന്താണ് 3 lines തന്നിട്ടുണ്ട്. You have to elaborate the idea. My father says with obvious pride, son, we have stopped working on all the rice. It was quite inconvenient. ഏത് ഭാഗത്തു നിന്നാണ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? It is from rice. ചുമനം ചാക്കോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ റൈസ് അരി ഉണ്ടാക്കലൊക്കെ നിർത്തി,
because it is very inconvenient. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ചെയ്യാൻ. സോ എലാബറേറ്റ്, ഇതെന്താണ് ഫാദർ എന്ന് പറയുന്നത്? ഹി ഈസ് വെരി പ്രൗഡ്. നമ്മൾ വലിയൊരു കാര്യം ചെയ്ത പോലെയാണ് ഫാദർ ഇസ് സെയിങ് ദാറ്റ്. സോ ജസ്റ്റ് ഗിവ് യുവർ ഒപ്പീനിയൻ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് വൺ? ഫസിൽ പേര് പറഞ്ഞിരിക്കുന്നു. ഹൈ ഫസിൽ, ഐ യു ലിസണിങ്? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഐ ഷുഡ് ഗെറ്റ് ആൻസേഴ്സ് ടു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? റൈസിനെ പറ്റിയിട്ടാണ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം നമ്മൾ റൈസിൻ്റെ കാര്യം ഇവിടെ എന്താ, വാട്ട് ഡസ് ദിസ് മീൻ? അച്ഛൻ, നാട്ടിൽ തന്നെ താമസിക്കുന്ന അച്ഛൻ, ഹി ഫീൽസ് ലൈക്ക് ദിസ് ഇസ് എ വെരി ഗുഡ് തിങ്. കൃഷിയൊക്കെ മാറ്റി റൈസ്, ഈ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നതിന് പകരം വി കൻ ജസ്റ്റ് ഗോ ഫോർ സം അതർ തിങ്സ് സോ ദാറ്റ് വി കൻ ഗെറ്റ് ലോട്ട് ഓഫ് മണി. പൈസ കുറേ കിട്ടും എന്ന് പറഞ്ഞാൽ അച്ഛൻ വലിയ കാര്യമായിട്ടാണ് ഹി ഈസ് ജസ്റ്റ് ടേക്കിംഗ് ദിസ് തിങ്. ബട്ട് ദി റിയൽ തിങ് ഇസ് ദാറ്റ് അതിന് കോൺട്രറി ആയിട്ട് വി ആർ ജസ്റ്റ് ഡൂയിങ്, നമ്മൾ നമ്മുടെ തന്നെ വയറ്റത്തടിക്കുകയാണെന്നുള്ള ആ ഒരു കോൺട്രാസ്റ്റിംഗ് ഇമേജാണ് നമുക്ക് ഈ ലൈൻസിലൂടെ നമ്മുടെ പോയറ്റ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, ഓക്കെ ഫസൽ. ദാ we are going for the next one. Okay, 20th question ആണ്. 3 questions ആണ്, which carries 4 scores. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? A debate on the topic, are leaders born or made, is to be conducted in your class. Write 4 points either in favor or against the topic. So this is your choice. നിങ്ങൾക്ക് ഒരു ചോയ്സ് കിട്ടിയിരിക്കുകയാണ്. ഒന്നെങ്കിൽ against പോവാം, അല്ലെങ്കിൽ ഫേവർ ചെയ്ത് പോവാം. What is the topic? ലീഡേഴ്സ് സ്വന്തമായിട്ട് ഉണ്ടാവുന്നതാണോ, അതല്ല എങ്കിൽ അവരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണേലും പോവാം. എന്താ, ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം ലീഡേഴ്സിനെ ആൾക്കാരുണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഇൻസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ്. അതല്ല അപ്പുറത്തൊരു വശത്ത് നിങ്ങൾക്ക് ഇപ്പം ഇഫ് യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് 4 points റിലേറ്റഡ്, അങ്ങനെയൊന്നും അല്ല, ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാണ്, അവർക്ക് തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന രീതിക്ക് 4 points ഇഫ് യു ക്യാൻ പ്ലേസ് ഇറ്റ്, obviously you can just go for that one too. ഏതാണോ നിങ്ങൾക്ക് പോയിന്റ്സ്. അപ്പോൾ ഒരു പക്ഷേ ഒരു പ്രശ്നം വരും, ഇതാണ് ബെറ്റർ എന്ന് എഴുതി അല്ലെങ്കിൽ വിചാരിച്ച് നിങ്ങൾ എഴുതി തുടങ്ങും. 1 point എഴുതും, 2 point എഴുതും, 3ാമത്തെ എത്തുമ്പോഴേക്കും ഇല്ല, ക്ഷാമമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു ജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദ സെയിം, ബട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് എഴുതുക. പോയിന്റ്സ് കിട്ടുന്ന, അറിയുന്നത് മാത്രമേ കൂടാ, പോയിന്റ്സ് കിട്ടുന്നത് എതിരെ പറയാനാണോ അല്ലെങ്കിൽ ഫേവർ ചെയ്ത് പറയാനാണോ പോയിന്റ്സ് കൂടുതൽ കിട്ടുക, അത് നോക്കിയിട്ട് യു ജസ്റ്റ് ഹാവ് ടു പ്ലേസ് ഇറ്റ്. Okay, so please be very careful about that particular thing. Then next comes the series of landslides that occurred recently in Kerala as a repeated warning against man's exploitation of nature. Imagine you were there in Kavalapura and during the disaster. How would you have written the diary that day? So it is again a diary entry. Day, date and time. It should be there. First person point. Ningada point of view ആണ് എഴുതേണ്ടത്. And it should be like whether it will be a happy one. Will that be a happy one? നിങ്ങൾ ഡിസാസ്റ്റർ നടന്ന ഒരു സ്ഥലത്ത് നിന്ന് അന്ന് ദിവസം വന്ന് എഴുതുന്നത് ഇന്ന് ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതുക. ആണോ? നോ അല്ലേ? പക്ഷെ യു വിൽ ബി ജസ്റ്റ് പ്ലേസിങ് ദിസ് വാസ് സച്ച് എ ഡിസാസ്റ്ററസ് ഡേ, ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു, ഇന്നതൊക്കെ അവിടെ നടന്നു, ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഗോട്ട് ഡൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും യു വിൽ ബി ഹൈ. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ അപ്പീൽ കൊടുക്കുന്ന തരത്തിലായിരിക്കും യു വിൽ ബി പ്ലേസിങ് യുവർ ഡയറി എൻട്രി ഹിയർ. സോ നിങ്ങളുടെ ഇമോഷൻസ്, ഡയറി എൻട്രീസ്, ഇഫ് ഇറ്റ് ഇസ് ഹാവിങ് സം സർട്ടൺ ഇമോഷണൽ ഹൂക്സ്, അതിനെ ബേസ് ചെയ്തിട്ട് വേണം യു ഹാവ് ടു ഗോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഡയറി എൻട്രി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ അവിടെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വെറുതെ കാഷ്വലായിട്ട് പോവല്ല. യു ഹാവ് ടു പ്ലേസ് സം ഇമോഷണൽ തിങ്സ്. ഇറ്റ് വാസ് സച്ച് എ, കുറച്ച് എക്സ്ക്ലമേഷൻ മാർക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് those 3 words would shock me if I try to speak them. For some other man, perhaps it would be easy. Burst out Robert Baldwin. Analyze the character of Baldwin and prepare a brief character. This is the second question. നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തതിനകത്ത് വന്നിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ബാൽവിൻ്റെ ആണ്. What all things should be there mentioned? എന്തൊക്കെ കാര്യങ്ങൾ ബാൽവിൻ്റെ കാര്യത്തിൽ മെൻഷൻ ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ്നെസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോയൽറ്റി, ഒരു സിൻസിയാരിറ്റി ജോലിയോടുള്ള, അല്ലെങ്കിൽ ഹിസ് ഒരു അപ്രൈറ്റ്നെസ്, മോറൽ അപ്രൈറ്റ്നെസ്, ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി മെൻഷൻഡ്. ഓരോ കാര്യങ്ങളും ഇന്ന ക്വാളിറ്റീസ്, മോറലി അപ്രൈറ്റ് ആയിരുന്നു, വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളായിരുന്നു, കൈൻഡ് ആയിരുന്നു, സിൻസിയർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പം യു ഹാവ് ടു പ്രൊഡ്യൂസ് സം ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് ദാറ്റ് ഷോസ് ദാറ്റ് ബ്രൈബറി അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയില്ല, ഈവൻ ഇഫ് അയാളുടെ എൻറ്റയർ ഫാമിലി പറഞ്ഞിട്ട് പോലും ഹി വാസ് നോട്ട് റെഡി. അപ്പം അങ്ങനെ ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നിങ്ങൾ പറയുകയാണെങ്കിൽ യു ഹാവ് ടു പ്ലേസ് എ സപ്പോർട്ടിംഗ് സിറ്റുവേഷൻ വിത്ത് ദാറ്റ്. ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു സിറ്റുവേഷൻ നിങ്ങളവിടെ പ്ലേസ് ചെയ്യണം. ദെൻ ഓൺലി ഇറ്റ് വിൽ ബി ബിക്കമിങ് എ വെരി ഗുഡ് വൺ. ഓക്കെ, സോ ക്യാരക്ടർ സ്കെച്ച് ദാറ്റ് ഇസ് ഡൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അത്. ദെൻ ഇൻ ദ പോയിന്റ് മെൻഡിങ് വാൾ, ദ പോയറ്റ് ബിലീവ്സ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഫോർ എ വാൾ. He tells that nature also supports this argument. അപ്പോൾ ദ മെൻഡിങ് വാളിൽ ദ മേജർ തിങ് ഇസ് ലൈക്ക് ഒരു കൂട്ടർക്ക് വാൾ വേണം,
വീടിൻ്റെ ഇടയ്ക്ക് വോള് വേണം, അത് അതുകൊണ്ട് സേയിങ് നോ. അപ്പോൾ നമ്മുടെ പോയറ്റ് ഇസ് ലേയിങ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നേച്ചർ തന്നെ പറയാണ് ഡസൻ നീഡ് എ വാൾ, രണ്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു വാളിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. സോ വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? നേച്ചർ ഇറ്റ് സെൽഫ് പ്രൂവ്സ് ദാറ്റ്. അങ്ങനെ ഹൗ വിൽ യു പ്രൂവ് ദാറ്റ്? ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് യു ജസ്റ്റ് ഹാവ് ടു, വൈ ഡസ് യു തിങ്ക് സോ? നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, വാൾ വേണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യു ഹാവ് ടു ജസ്റ്റിഫൈ ദാറ്റ്. ഇനി അല്ല എന്നാണ് പറയുന്നതെങ്കിലും യു ഹാവ് ടു ഗോ ഫോർ എ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഹിയർ കംസ്, just as a mother in any woman, your mother too must be striving a lot to take care of you. So what is your attitude towards her? How much do you love her? Express your thoughts and feelings in a short paragraph. So you have to write a short paragraph. Express your feelings towards your mother. നമ്മൾ any woman കണ്ടതാണ്, അതിൽ ആ മദർ സഫർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. So what is your attitude towards your mother? Are you very loving? Are you very caring? Or are you very rude towards your mother? കാര്യം പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് വാട്ട് ഇസ് യുവർ ആറ്റിറ്റ്യൂഡ്? അതൊരു ഷോർട്ട് പാരഗ്രാഫ്, ഇറ്റ്സ് എ സിമ്പിൾ വൺ. നമ്മൾ കൊച്ചിലെ മുതൽ പാരഗ്രാഫ്സ് എഴുതി തുടങ്ങിയതാണ് അല്ലേ? അബൌട്ട് മൈ മദർ, അബൌട്ട് മൈ ഫാദർ, അബൌട്ട് മൈ ഫാമിലി, ഇതൊക്കെ നമ്മൾ എഴുതി തുടങ്ങിയാണ്. സോ ഇറ്റ് ഇസ് എ ബിഗർ വേർഷൻ, ഒരു ചെറിയൊരു എക്സ്റ്റെൻഡഡ്, ഒരു സ്റ്റാൻഡേർഡ് വേർഷനാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് 6 മാർക്സിൻ്റെയാണ്, നമ്മുടെ മേജർ ഡിസ്കോഴ്സസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ ഇറ്റ് ഇസ് ലൈക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പോലെയാണ് വന്നിട്ടുള്ളത്. ഇമാജിൻ യു ഗെറ്റ് എ ചാൻസ് ടു ഇന്റർവ്യൂ Enquiry Mother, the Nobel Prize winner. Prepare 3 questions that you would ask to her. And possible responses to. Questions മാത്രമല്ല, റെസ്പോൺസും വേണം. ബിക്കോസ് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 to question, 3-4 ആൻസേഴ്സ്. നിങ്ങൾ Enquiry Mother അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. അത് എന്നാലേ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇറ്റ് ഷുഡ് ഹാവ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്പിറേഷൻ, നെക്സ്റ്റ് പ്ലാൻസ്, ഓൾ ദിസ് കുഡ് ബി ദർ ഇൻസൈഡ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ചാപ്റ്റർ വായിച്ചു അതിൻ്റെ റെലവൻസിനനുസരിച്ച് വേണം നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാണ്ട് Enquiry Mother നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ദ മാർക്സ്. സോ യുവർ ക്വസ്റ്റ്യൻ ഷുഡ് ബി അപ്രോപ്രിയേറ്റ്ലി റിലേറ്റഡ് ടു ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പം അതിനുള്ള ആൻസേഴ്സും അതിൻ്റെ രീതിക്ക് യു ജസ്റ്റ് ഹാവ് ടു പ്ലേസ്. ഇനി നെക്സ്റ്റ് കംസ് ആൻ ഇമെയിൽ റൈറ്റിംഗ്. നമ്മൾ ഓൾറെഡി ഫോമാറ്റ് ഡിസ്കസ് ചെയ്തതാണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ആസ് എ ഗ്രാജുവേറ്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യു ആർ ഇഗ്നൈറ്റഡ് ബൈ ഇർഫാൻ അലംസ് ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് solar powered fiber rickshaws. You desire to write an email presenting your innovative ideas for the same. Prepare the email. You are writing an email to Irfan Alam. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഐഡിയ നിങ്ങളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. സോ യു ആർ റൈറ്റിംഗ് an email to Irfan Alam stating your ideas. നിങ്ങളുടെ കുറച്ച് ഐഡിയാസ് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഫ്രം ഷുഡ് ബി ദർ, ടു ഷുഡ് ബി ദർ, സബ്ജക്ട്, date should be there, then the subject should be there, content should be there. You have to conclude it. The only thing that you have to remember is it should be, the address should be of a Gmail address. .com വെച്ചിട്ടുള്ള ഒരു അഡ്രസ് ആയിരിക്കണം അതിൻ്റെ ഫ്രം ആൻഡ് ടു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ഇമെയിൽ. നമുക്ക് അറിയാം, അതുകൊണ്ടാണ് ഐ എം നോട്ട് ഗോയിങ് വെരി ഡീപ്പ് ഇൻ ടു ദാറ്റ്. ഇവിടെ നോക്കിയേ, ഇറ്റ്സ് ലൈക്ക് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അത് നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ദ ക്വസ്റ്റൻ ഇസ്, Amazon rainforest, popularly known as the lungs of the planet, is thought to be responsible for around 20% of the world's oxygen supplies. But unfortunately, it suffered a devastating loss owing to the raging wildfires. As a report of a popular daily, prepare a news report. അപ്പോൾ നിങ്ങൾക്ക് some hints are given here. Amazon കാടുകളായിരുന്നു നമ്മുടെ ഓക്സിജൻ സപ്ലൈസ്, പക്ഷെ അവിടെ വൈൽഡ് ഫയർ വന്നു. സോ ദേ ആർ ഹാവിങ് ഗ്രേറ്റർ ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്ട്സ്. അതിന് വെച്ചിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെയിലി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെയിലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദ ഹിന്ദു, ദി ഇന്ത്യൻ എക്സ്പ്രസ്, എനിത്തിങ് ക്യാൻ ബി ഗിവൻ, ആൻഡ് ദെൻ യു ഹാവ് ടു പ്രൊഡ്യൂസ് എ newspaper report. So the major thing for a newspaper report will be like, എന്തൊക്കെ വേണം? It should have an interesting title. Title should be there. Any staff reporter's name should be there. Then place, അതിൻ്റെ കൂട്ടത്തിൽ place should also be mentioned. ഓക്കെ, എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്? ഇനി ഇവിടെ മാത്രം ടൈറ്റിൽ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ സബ് ടൈറ്റിൽസ് കൊടുക്കാറാണ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഓൺലി നെസസറി, അത് നെസസറി ആണെങ്കിൽ മാത്രം കൊടുക്കാം. ദെൻ നമ്മുടെ കോണ്ടന്റ് ഭാഗം നമ്മൾ വി ആർ ഫില്ലിങ് ഇറ്റ്. ഇതിൻ്റെ ചുറ്റിനും വാട്ട് ഹാപ്പൻഡ്, വാട്ട് WH ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ക്ഡ്, വാട്ട്, ഹൗ, എങ്ങനെ നടന്നു, വൈ, ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ഡൺ, and who, is there any particular reasons for all these things? WH questions should be answered inside the portion of this newspaper report. ഇതിൻ്റെ ഉള്ളിൽ it should be answered. Okay, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. Then the first line, it should be somehow related to the title. ഒരു ബന്ധമില്ലാത്ത ആദ്യം തൊട്ടേ അവിടെ 10,000-100,000 മരങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കത്തിപ്പോയി എന്നല്ല പറയാം. നമ്മൾ എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത്, it should have a connection with the title too. Okay, first line, it should be attractive. The title should be attractive, as well as the first line, it should have connection with the title. Okay,
Okay, so we'll go for the next one. This one is also a newspaper report we have discussed. ഇവിടെ നോക്കിയേ, it's a letter to an NGO. So that's like a formal letter. എന്താ പറഞ്ഞിട്ടുള്ളത്? Chain Mystery, the founder of Akansha Foundation, has influenced you so much that you decide to spend your spare time helping the poor children in getting proper education. So write a letter to NGO seeking help to educate the poor children in your locality. So നിങ്ങളൊരു NGO ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു NGO-നെ കോൺടാക്ട് ചെയ്യാണ് ദാറ്റ് യു ആർ റെഡി ടു സെർവ് പുവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സോ വാട്ട് വിൽ ബി യുവർ ലൈക്ലി ലെറ്റർ? ഇറ്റ്സ് എ ഫോർമൽ ലെറ്റർ. നമുക്ക് ഫോർമൽ ലെറ്റർ, NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അങ്ങോട്ട് എഴുതുകയാണ്. സോ ഇറ്റ് വിൽ ബി എ ഫോർമൽ ലെറ്റർ. ഫ്രം അഡ്രസ് ഷുഡ് ബി ദർ ടു ഡേറ്റ്, then next comes to, then salutation, subject, content of the letter, then towards the end yours sincerely so and so, your name and sign. So I'm not describing it again and again because നമ്മൾ already പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് I'm not writing or displaying that on the board. Okay, so that is a formal letter. Next comes, stray dogs remain a constant threat to our state. Dog bites have become a recurring incident nowadays. But on the other side, the sick, injured and abused animals have to be taken care of. Write a blog on the need for caring the abundant and wandering animals. So again, we have got the format of a blog. Blog in the format already we just have mentioned. Blog ഉണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് we should have a title, then it should have a, ഇവിടെ മേലെ അതിൻ്റെ address will be blog address, it will be there. Then we should have the date, then a headline should be there. എന്താണ് നമ്മുടെ ബ്ലോഗ് അന്നത്തെ, ഇതിപ്പോൾ നമ്മുടെ it is regarding stray dogs, protection of animals which are abused or injured. അപ്പോൾ അതായിരിക്കും ഹെഡ്ലൈൻ വരിക. then you have to go for the body കൊടുക്കുക. then you can just conclude ഒരു ചെറിയൊരു കൺക്ലൂഡിംഗ് ലൈൻ വെച്ച് നിങ്ങളുടെ ബ്ലോഗ് നിങ്ങൾക്ക് അവസാനം. you can just include pictures also, but as if നമ്മൾ എക്സാം എഴുതുന്നതുകൊണ്ട് we are not having any pictures. So some hints are given. Animals' right to live, need protection, prevention of cruelty against animals. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, all these hints should be used in your content part. Okay, അപ്പോൾ title of the blog, നിങ്ങളുടെ ബ്ലോഗിൻ്റെ പേര്, date, headline of that particular blog, then its body. All these things should be there in the blog. Okay. Okay. Next one is like, the poem Rise is a contrast between expectation and reality. Write a short essay. The same question. It's a contrast between. So that Rise in the poem, that is really important. Please do take care. That's critical appreciation. That's the poetic devices. It should be very clear to you guys. Okay, 8 marks question. We are almost nearing. Make a difference is a youth-driven organization initiated 6 passionate friends in Kochi. It helps the poor children to realize their dreams and break the vicious circle of poverty. You decide to work as a volunteer and prepare an application with biodata expressing your interests in helping children. It is like a letter with biodata. You have to mention that. What is biodata format? We have already discussed name, address, Gmail, phone number, educational qualifications, then your work experience, your skills, everything should be mentioned in the biodata. So the letter should be like, I am interested in so and so. It's like almost like a formal letter. Or formal letter in the format the letter format. We are interested in doing that. Or formal letter in the format you have to place that. And then attach a CV also. Okay. And towards the last, burst on reading of Christian Lagarde's speech. Write an essay. It's an essay. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. Okay. We just have to, women empowerment main. This is an essay. Title should be there. Essay title, it's an important one. Subtitles can be given. ഒന്ന് കഴിഞ്ഞ് ഒന്നിന് പകരം നമുക്ക് ഓരോ സബ് ടൈറ്റിൽസ് കൊടുക്കാം. ഇവിടെ ടൈറ്റിൽ കൊടുത്ത് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു പാരഗ്രാഫ് പോവുക. then you can just go for a subtitle. അതിനാണ്ടല്ല you can just go for this one. then again subtitles കൊടുക്കുക. അതിനാണ്ടല്ല you can just go for like just different paragraphs, or each paragraph should have new ideas. And then last towards the end you have to give a conclusion incorporating all the ideas, major ആയിട്ട് പറഞ്ഞിട്ടുള്ള ideas എല്ലാം കൂടെ summarize ചെയ്തിട്ട് you have to provide a conclusion to.
Okay, so that is what the format of an essay be like. Title is important, paragraph division should be there. മറ്റേ എപ്പോഴും കാണാറുണ്ട് പേജ് കണക്കിന് ഇങ്ങനെ നിങ്ങൾ എഴുതി കൂട്ടി പോകാറുണ്ട്, but you won't be having any paragraph division. So you should have paragraph divisions when you are writing essays. Subtitles can also be mentioned. Okay, so that is what all about this one, essay writing. And towards the end, last one, I think this is the last one. Okay, last one ആണ് നമ്മുടെ സാധാരണ എല്ലായിടത്തും നമ്മൾ critical appreciation. Read the following poem and compare with the stammer. സച്ചിദാനന്ദന്റെ സ്റ്റാമറുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. My disjointed voice. ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്റ്റാമറും ഡിസ്ജോയിന്റഡും അല്ലേ? എന്താ വാട്ട് ഈസ് സിമിലർ അബൌട്ട് സ്റ്റാമർ ആൻഡ് ഡിസ്ജോയിന്റഡ്? രണ്ടും തമ്മിൽ എന്താ ബന്ധം? സ്റ്റാമർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് ഡിസബിലിറ്റി. മര്യാദയ്ക്ക് സംസാരിക്കാം, വർത്താനം പറയുമ്പോൾ വിൽക്കുക. ഡിസ്ജോയിന്റഡ് വോയിസ് അതും ഏതാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് വേറൊരു ടേമാണ്, ഒരു സിനോണിമസ് ആയിട്ടുള്ളതാണ് അല്ലെ? ഡിസ്ജോയിന്റഡ് വോയിസ് അത്ര ക്ലിയർ അല്ലാതെ വരെ ദാറ്റ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് സ്റ്റാമറിങ്. അപ്പോൾ രണ്ടും ഈക്വലി ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്ന തീംസ് ആണ് ഉള്ളത്. ഐ സ്പീക്ക് വിത്ത് നോ വേർഡ്സ് സ്പോക്കൺ, മൈ വോയിസ് ഹാസ് ഓൾവേസ് ബീൻ ബ്രോക്കൺ. അപ്പം ആ ഒരു ഇത് വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ഫൈൻഡ് ലൈക്ക് സിമിലാരിറ്റീസ് ഒരുപാടുണ്ടാവും. ദെൻ വാട്ട് ഷുഡ് ബി ദ സിമിലാരിറ്റീസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദീസ് ആൻഡ് ദീസ് ആർ ദ പോയംസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡീൽ. ഫസ്റ്റ് ഇതിൽ യു ക്യാൻ ജസ്റ്റ് ഗിവ് ദി നോൺ പോയം, നിങ്ങൾക്ക് അറിയുന്ന പോയത്തെ പറ്റി ആദ്യമേ ഡിസ്ക്രിപ്ഷൻസ് പോവുക. പോയറ്റിക് ഡിവൈസ്, എനി റൈം സ്കീംസ്, എനി സ്പെഷ്യാലിറ്റീസ് അത് കൊടുക്കുക. നെക്സ്റ്റ് കംസ് നെക്സ്റ്റ് പോയം, അടുത്ത പോയം കൊടുക്കുക. ആ ഒരു പോയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്ലേസ് ചെയ്യണം, സെയിം മേലെ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പോവുക. ദെൻ നെക്സ്റ്റ് കംസ് ബോത്ത് ദി തിങ്സ്, രണ്ടെണ്ണം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് അടുത്ത ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് കൊടുക്കുക. ലാസ്റ്റ് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് യു ജസ്റ്റ് പ്രൊഡ്യൂസ് ദി critical appreciation. അങ്ങനെയായിരിക്കണം your critical appreciations, compare and contrast, because you are having 2 poems. രണ്ടുകൂടെ ഒരുമിച്ച് എല്ലാം കൂടെ ഒരൊറ്റ പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫിൽ കാര്യം തീർത്തു കഴിഞ്ഞാൽ you won't get 8 marks. So there should be paragraph divisions. Okay, hope this one is clear for you guys. അപ്പോൾ നമ്മൾ we have discussed blog format, newspaper report, letter, essay, article, seminar report, etc. Lot of formats, reporter speech, editing the passage, active to passive, all these things that we have discussed through these 2 question papers. So I hope നിങ്ങൾക്ക് ഒരു ഐഡിയ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏതിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു മേജർ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് ആർ എയിം വാസ് ഓൾസോ. ഓക്കെ, നമ്മുടെ മെയിൻ എയിമും അത് തന്നെയായിരിക്കും. എങ്ങനെ ആൻസർ ചെയ്യണം, ഇന്ന മാർക്കിന് 8 മാർക്കിന് വെറുതെ ആദ്യം തന്നെ ഇഷ്ടം പോലെ പേജസ് ഒരു പാരഗ്രാഫ് ഡിവിഷൻ ഒന്നും ഇല്ലാണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ദ മാർക്സ്. വിൽ ബി ഹോപ്പിംഗ് ലൈക്ക് ഞാൻ കുറേ എഴുതിയിട്ടുണ്ടല്ലോ, സോ ഐ ബി ജസ്റ്റ് ഗെറ്റിംഗ് ദിസ് മച്ച് ഓഫ് മാർക്സ് ഒക്കെ നമ്മൾ വിചാരിക്കും. ബട്ട് ദാറ്റ് വോണ്ട് ഹാപ്പൻ. സോ പ്ലീസ് ബി വെരി ഷുവർ അബൌട്ട് ദീസ് തിങ്സ്. ആ കാര്യങ്ങൾ വളരെ ഷുവർ ആയിട്ട് വെക്കുക. അപ്പം ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ലൈഫ് ടുഡേ. സോ hope this was really useful for you. Please go through the question papers. നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുക. ഇനി നൗ ജസ്റ്റ് ഗോ ഫോർ യുവർ ഓൺ സ്റ്റഡീസ്. നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡീസിന് കുറച്ച് ടൈം മാറ്റി വെക്കുക. ഐ കുഡൻ സേ ദാറ്റ് വി ഹാവ് ക്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചാപ്റ്റർ മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ജസ്റ്റ് ഗോ ഫോർ ദ നോട്ട് മേക്കിംഗ്. ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും യു ജസ്റ്റ് പ്രിപ്പയർ നോട്ട്സ് ഫോർ ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൻ്റെ ഒരാഴ്ചയൊക്കെ മുന്നേ എടുത്ത് നോക്കുമ്പോൾ യു ആർ ഹാവിങ് ഓൾ ദി പോയിന്റ്സ് ദർ. ഇത് മുഴുവൻ ഇരുന്ന് കുത്തിയിരുന്ന് അന്നേരം വായിക്കേണ്ട ആവശ്യം. ഇഫ് യു ആർ ഹാവിങ് സം ഡൗട്ട്സ് യു ജസ്റ്റ് ഗോ ഫോർ ദാറ്റ് ചാപ്റ്റർ. Okay, so that is what you have to do. So hope this was actually a useful one. Just go for references. നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ റെഫർ ചെയ്ത് നോക്കുക. Definitely you will be getting ideas. So that's all for today. So hope this will be useful for you. Thank you. Have a nice day.